ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഒന്നാം അധ്യായത്തിലെ 47 ശ്ലോകങ്ങൾ അല്ലേ? അർജുന വിഷാദ യോഗം. അർജുനൻ പല പല പ്രശ്നങ്ങൾ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ അധ്യായം. ആ അധ്യായത്തില് അർജുനന്റെ വിഷാദമൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടിട്ടുള്ളതാണ്. രണ്ടാം അധ്യായം ജ്ഞാനയോഗത്തില് സാഖ്യയോഗത്തില് ഭഗവാൻ ജ്ഞാനത്തെക്കുറിച്ചും അതുപോലെ കർമ്മത്തെക്കുറിച്ചും പറഞ്ഞു. അതില് അർജുനനുണ്ടായ സംശയം, ജ്ഞാനമാണ് ശ്രേഷ്ഠം, കർമ്മം കുറച്ച് ശ്രേഷ്ഠത കുറവുണ്ടോ എന്നൊരു സംശയം. ഞാൻ ജ്ഞാനത്തെ സ്വീകരിക്കാൻ ഭഗവാൻ ഈ ഘോരമായ കർമ്മത്തെ എന്നെ കൊണ്ട് എന്തിനാണ് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞ അർജുനനോട് കർമ്മത്തിന്റെ മഹത്വവും കർമ്മത്തിലാണ് ഈ വിശ്വം തന്നെ നിലനിൽക്കുന്നതെന്നും ആ കർമ്മത്തെ യജ്ഞമാക്കുന്നവനാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തെയും അറിയുന്നവനെന്നും യജ്ഞഭാവത്തോടു കൂടിയിട്ടാണ് ഈ വിശ്വത്തിലെ എല്ലാ ചലനങ്ങളും, അതുകൊണ്ട് കർമ്മത്തെ യജ്ഞമാക്കേണ്ടുന്ന കലയെ പറഞ്ഞുകൊടുത്തു. തുടർന്ന് അതിനെ കരചരണങ്ങളിൽ ആ പ്രവൃത്തിപഥത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം, എന്തുകൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നത് 4-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തു. 4-ാം അധ്യായത്തിൽ ആ കർമ്മത്തിന്റെ പൂർണ്ണതയെ അവതരിപ്പിച്ചിട്ട് ആ പൂർണ്ണതയിൽ നിലകൊള്ളുന്നവനാണ് സന്യാസി എന്ന് പറഞ്ഞിട്ട് സന്യാസത്തിന്റെ ലക്ഷണം പറഞ്ഞു. ഇനി ആന്തരികമായ ഈ ശാന്തിയെ കൈവരുത്തുന്നത് എങ്ങനെ എന്ന് ധ്യാനയോഗത്തിലൂടെ പറയാം. 6-ാം അധ്യായം. ആ 6-ാം അധ്യായത്തിലേക്കാണ് നമ്മളിതാ ഇപ്പം പ്രവേശിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം 233 ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ബാക്കി നമുക്ക് 466 ശ്ലോകങ്ങളുണ്ട്. ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്കറിയാലോ. ഇന്ന് എത്ര ദിവസം കഴിഞ്ഞു, ഇനി എത്ര ദിവസം ഉണ്ട് എന്ന്. ഷഷ്ടോധ്യായഃ ധ്യാനയോഗഃ. ശ്രീഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്ന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ. കഴിഞ്ഞ അധ്യായത്തില് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, കർമ്മഫലത്തിൽ ആരാണോ കർമ്മഫലത്തെ ആശ്രയിക്കാത്തത്, അല്ലെങ്കിൽ കർമ്മഫലത്തിലേക്ക് ആരാണ് ഉറ്റുനോക്കാത്തത്, അവനാണ് കർമ്മയോഗി, അല്ലെങ്കിൽ അവനാണ് സന്യാസി. അവന് കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. അവനെങ്ങനെയാണ്? പ്രകൃതിയിൽ പലതും നടക്കുന്നു, അതുപോലെ തന്നെ അവൻ പ്രകൃതിയാണ്, അവനെല്ലാമാണ്, അവനെല്ലാമായി തീർന്നവനാണ്. അതുകൊണ്ട് അവനൊന്നും നേടേണ്ടതില്ല. കാരണം ഒരു അപൂർണതാ ബോധം അവനിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് വേണം എന്നവൻ അറിയുന്നില്ല. അതുകൊണ്ട് അവനൊന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടി ചെയ്യാതിരുന്നത് കൊണ്ട് അവന് നഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവൻ ചെയ്യുന്നുമുണ്ട്. ഇത് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇപ്പൊ ഇവിടെ പറയുന്നു. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ തുടർന്ന് പറയുന്നു, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിഃ ന ച അക്രിയഃ. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ. കർമ്മഫലം അനാശ്രിത, കർമ്മഫലത്തെ ആശ്രയിക്കാത്ത, അതിൽ ചിന്ത വയ്ക്കാത്ത,
ഇത് ഭഗവാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇപ്പൊ കർമ്മഫലത്തില് ചിന്ത പാടില്ല, ചിന്ത പാടില്ല, ചിന്ത പാടില്ല എന്ന്. ഇതെന്തിനാ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ട് ഇല്ലേ? എന്നാലും ഇത്ര കേട്ടിട്ടും കർമ്മഫലത്തിലെ ചിന്ത പോയോ? അതാണ് ചോദ്യം. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ട്രെയിനിനെ കുറിച്ച് ഇങ്ങനെ പറയാം. ഇന്ന ട്രെയിൻ ഇന്നടത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കുറെ നേരം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ വെച്ചത് എന്തിനാ ഇത് ഇത്രയൊക്കെ പറയുന്നത്? അങ്ങനെ വെക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഇന്ന ട്രെയിന് വന്നോ, ഇതേ ട്രെയിനിന്റെ കാര്യമാണ്. നമുക്ക് തോന്നി ഇത് ഇത്ര പറഞ്ഞാൽ പോരാ. അതെ, ഇത് ശരിക്കും സംഭവിക്കുന്നതാണ്. ഇവിടെ തന്നെ പല കാര്യവും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇനി കാര്യം സ്വാമി പറയുന്നില്ല, കാര്യം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആവർത്തിച്ച് 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 പറഞ്ഞാല് ഏതെങ്കിലും ഒരു ആവർത്തനത്തില് ചിലപ്പം രക്ഷപ്പെടും. കർമ്മഫലം അനാശ്രിത, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കാര്യം കർമ്മ യഃ കരോതി, യഹ കാര്യം കർമ്മ കരോതി, യഹ യാതൊരുവനാണ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം കർമ്മ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മത്തെ കരോമി ചെയ്യുന്നത്. അതിനെ ഭഗവാൻ പറയുന്നു സഹ സന്യാസി, അവൻ സന്യാസിയാണ്. അപ്പൊ നോക്കൂ, ഈ നിങ്ങളെ ഇനി സ്വാമി വിളിച്ചോട്ടെ സന്യാസികളെ അനുവദിക്കൂ? നിങ്ങൾ പേടിക്കോ? നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ വിളിച്ചോട്ടെ. എത്ര ആൾ റെഡിയുണ്ട്? എല്ലാവരും റെഡിയല്ലേ? അതുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തായിരിക്കട്ടെ, ഐ ലവ് സന്യാസം. സന്യാസി എന്ന് പറയണ്ട, സന്യാസം എന്ന് പറഞ്ഞോളൂ. സന്യാസി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമെന്ന് പറയാം. ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു, ഭഗവാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സന്യാസത്തെ. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് അവൻ സന്യാസിയാണ്. സഹ സന്യാസി, സഹ യോഗീച്ച, അവൻ യോഗിയുമാണ്. നിരഗ്നിഹി ന, അഗ്നിയെ ഉപേക്ഷിച്ചവൻ ഒരിക്കലും സന്യാസിയാവില്ല. അഗ്നി കർമ്മത്തിന്റെ പ്രതീകമാണ്. അഗ്നി, അപ്പൊ അഗ്നി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തീക്കൂട്ടലൊന്നുമില്ല, അഗ്നി കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇവിടെ പറഞ്ഞു നച്ച അക്രിയ, കർമ്മം ഇല്ലാത്തവനും യോഗിയോ സന്യാസിയോ അല്ല. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു സന്യാസി എന്ന് പറയുമ്പോൾ നിമിഷം പ്രതി ജീവിക്കുന്നവനാ. ഒന്ന്, ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന ഒരു യോദ്ധാവിന് എത്രത്തോളം ജാഗ്രത ഉണ്ടാകുമോ അത്രത്തോളം ജാഗ്രതയുള്ളവനാണ് അവൻ. സന്യാസി എന്ന് പറയുമ്പോൾ അതാണ്. അതൊരു ശത്രുവിന്റെ പാളയത്തില്, ഇപ്പൊ ഇവിടുന്ന് നിങ്ങളെ അയച്ചു പാകിസ്ഥാനിലേക്ക്, നമുക്കെതിരായിട്ട് എന്തൊക്കെയോ അവർ സ്വാമി പറയുന്നേ ഉള്ളൂ, നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് തെരഞ്ഞെടുത്ത് അയച്ചു, അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയാൻ. അവരുടെ രഹസ്യത്തിന്റെ ഒരു സ്ഥിരാകേന്ദ്രത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ജാഗ്രതയുള്ളവരായിരിക്കും? അതോ അവിടെ വല്ല ടി വി പ്രോഗ്രാം കണ്ട അതും കണ്ടിരിക്കുകയോ? ഇല്ല അല്ലെ? എപ്പോഴും നമ്മൾ അവരിലൊരാളായിക്കൊണ്ട് എന്നാൽ നമ്മുടെ തനത് വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മളിങ്ങനെ പോകില്ലേ? ഇത് സന്യാസിയുടെ ഒരു മനസ്സാ. അതേപോലെ വിജനമായ തെരുവ് പോലെയാണെന്ന് പറയാം. വിജനമായ തെരുവ് പോലെ നിസ്സംഗനാണ്, അതിലൊന്നുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ നിസ്സംഗത. അദ്ദേഹത്തിന്റെ ജാഗ്രതയോ ശത്രുപാളയത്തിൽ കടന്നിട്ടുള്ള യോദ്ധാവിന്റെ ജാഗ്രതയും വിജനമായ തെരുവ്, എന്താ പറയാ, ഒരു തെരുവ് പോലെ നിസ്സംഗതയും. എന്നിട്ടോ നിമിഷം പ്രതി ജീവിക്കുന്നു അവൻ. അതുകൊണ്ട് നിത്യസന്യാസി എന്നൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രായത്തിൽ എടുക്കേണ്ടുന്നതല്ല സന്യാസം. നിത്യസന്യാസി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പറയും സഹ സന്യാസി സഹ യോഗി നിരഗ്നിഹീച്ച നച അക്രിയഃ നച, അല്ലാതെ കർമ്മങ്ങൾ ഉപേക്ഷിച്ച കർമ്മമില്ലാത്തവൻ യോഗിയോ
സന്യാസിയോ അല്ല. അഗ്നി ഉപേക്ഷിച്ചവൻ സന്യാസിയോ യോഗിയോ അല്ല എന്ന് പറയാം. ഈ സന്യാസ സമ്പ്രദായത്തിൽ തന്നെ പാകം ചെയ്യാത്ത സന്യാസിയുണ്ട്. അവർ ഭക്ഷണമൊന്നും പാകം ചെയ്യില്ല. അതുകൊണ്ട് ഭാരതത്തിൽ രണ്ടുപേർക്കേ ഭിക്ഷ എടുക്കാനുള്ള അധികാരമുള്ളൂ എന്ന് പറയും. ഒന്ന് ബ്രഹ്മചാരിക്കും ഒന്ന് സന്യാസിക്കുമാണ്. വേറെ ആർക്കും ഭിക്ഷ എടുക്കാൻ അധികാരമില്ല. എന്താന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുത്താൽ അത് രാജാവിന് മോശമാണ്. അതുകൊണ്ട് രാജാവ് അതിന്, അതായത് ഭിക്ഷക്കാർ നടക്കാൻ പാടില്ല എന്ന്. അവിടുത്തെ മന്ത്രിക്ക്, അതായത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് മോശം അത്. ഒരു യുധിഷ്ഠിരനോട് ഇത് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. ആരെങ്കിലും, അതുകൊണ്ടാണ് രാജാവ് തന്നെ ഈ ഊട്ടുപുരകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് പലയിടത്തും. എന്നിട്ട് അവർക്ക് അവിടെ ആ രാജ്യത്തിൽ നിന്ന് കൊടുക്കും വേണ്ടതൊക്കെ, ഭക്ഷണത്തിനുള്ളത്. ആരും ഭക്ഷണം കിട്ടാതെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ഈ നമ്മുടെയൊക്കെ രാജ്യത്തിന്റെ അവസ്ഥ. നോക്കൂലേ എത്ര പേര്. അപ്പം ഭിക്ഷ എടുക്കാൻ ആർക്കാ അധികാരം? ഇവർക്ക് അധികാരമുണ്ട് അത്ര. അപ്പൊ ഇവർക്ക് ഇങ്ങനെ പോയി ചോദിക്കാം, ഭിക്ഷാം ദേഹി പറയാം. അപ്പൊ ഇന്നും സന്യാസികൾ ഭക്ഷണം പാകം ചെയ്യാത്തവരുണ്ട്. അവര് അഗ്നി കൂട്ടില്ല, തെളിയിക്കില്ല. അത് സന്യാസത്തിന്റെ ഒരു സമ്പ്രദായത്തിന്റെ ഒരു രീതിയാണ്. പക്ഷെ ഭഗവാൻ ആ ഒരു സമ്പ്രദായത്തെ ഇവിടെ നിശിതമായി വിമർശിക്കുന്നു. നീ അടുപ്പ് കൂട്ടിയതുകൊണ്ടോ പാകം ചെയ്തതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ സന്യാസത്തിന് അതൊന്നൊരു വിഷയമല്ല. ബാഹ്യമായി അഗ്നിയെ ഉപേക്ഷിച്ചതുകൊണ്ട് സന്യാസം ആകുന്നില്ല എന്ന, കർമ്മം ഉപേക്ഷിച്ചതുകൊണ്ടും സന്യാസം ആകുന്നില്ല. പിന്നെയോ ഗതകാല കർമ്മങ്ങളോട്, ആ ഗതകാല കർമ്മഫലങ്ങളോട് വിട ചൊല്ലലാണ് സന്യാസം. അല്ലെങ്കിൽ അതുമായി സംഘം വയ്ക്കാതെ ഇരിക്കൽ തന്നെയാണ് സന്യാസം എന്ന് പറയാം. തുടർന്ന് സന്യാസത്തിന്റെ ലക്ഷണം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും അടുത്ത ശ്ലോകത്തെ പറയുന്നത്. യം സന്യാസമിതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്തസങ്കൽപഃ യോഗീ ഭവതി കശ്ചന. യം സന്യാസം ഇതി പ്രാഹുഃ യോഗം തം വിദ്ധി ഹേ പാണ്ഡവ നഹി അസന്യസ്തസങ്കൽപഃ യോഗി ഭവതി കശ്ചന. ഹേ പാണ്ഡവ. ഇവിടെ അർജുനനെ ഭഗവാൻ പാണ്ഡവ എന്ന് വിളിക്കുമ്പോൾ അതിൽ ചില സൂചനകളുണ്ട് എന്ന് പറയാം. പാണ്ഡവ എന്ന് പറയുമ്പോൾ പാണ്ഡുവായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വിളി. ഇവിടെ വിളിക്കുമ്പം അതായത് ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഹേ പാണ്ഡവ എന്നൊക്കെ വിളിക്കുമ്പോൾ അവനെ ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരും. ആരെക്കുറിച്ച്? അച്ഛനെ കുറിച്ച്, അല്ലെങ്കിൽ പാണ്ഡുവിനെ കുറിച്ച്. നിന്റെ പാണ്ഡു ബാഹ്യമായതൊക്കെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോയ ആളാ. പക്ഷേ ആന്തരികമായ കാമനയെ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കാമനയാൽ അദ്ദേഹം ഹോമിക്കപ്പെടുകയും, പാണ്ഡുവിന്റെ കഥ അതാണല്ലോ. രാജ്യവും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ പാണ്ഡു ആന്തരികമായ കാമനയെ ഉപേക്ഷിക്കാതെയാണ് പോയത്. ആന്തരികമായതിനെ ഉപേക്ഷിച്ച് രാജ്യത്ത് തന്നെ നിലകൊണ്ടാൽ പ്രശ്നമില്ല. അതുകൊണ്ട് ഭഗവാൻ ഒന്ന് നന്നായി അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഹേ പാണ്ഡവ യം സന്യാസമിതി പ്രാഹു, യാതൊന്നാണോ സന്യാസമെന്ന് പറയുന്നത് അതിനെ തന്നെ അതിനെ യോഗം വിദ്ധി, യോഗമെന്നറിഞ്ഞാലും. അപ്പൊ സന്യാസം എന്നത് വേറെ, യോഗം എന്നത് വേറെ അല്ല. ഈ യോഗം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ബോധ്യമാവണം. സന്യാസം ഇതി പ്രാഹു തം യോഗം വിദ്ധി, അതിനെ നീ അറിയണം. എന്തെന്നാല് അസന്യസ്ത സങ്കൽപ്പ, അസന്യസ്തം എന്ന് പറഞ്ഞാൽ സന്യസിക്കാത്ത, ഉപേക്ഷിക്കാത്ത. ഏതിനെ? സങ്കൽപ്പ, സങ്കൽപ്പങ്ങളെ ഉപേക്ഷിക്കാത്ത കശ്ചന, ഒരുവനും യോഗി സന്യാസി ന ഭവതി, യോഗിയുമാകുന്നില്ല സന്യാസിയും ആകുന്നില്ല. അപ്പൊ ഇതാണ് സന്യാസത്തെ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അവൻ സന്യാസിയുമല്ല യോഗിയുമല്ല. ആര്? ഈ കാമനകളെ, സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാത്തവൻ. ഭാഗവതത്തില് ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് പ്രതീകാത്മകമായിട്ട് സന്യാസം കൊടുക്കുന്നുണ്ട്.
അവരൊരു കർമ്മം ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊരു വിശേഷ പൂജയോ അങ്ങനെ എന്തോ ചെയ്തു കഴിഞ്ഞിട്ട് അവർ സ്നാനത്തിനായിട്ട് നദിയിലിറങ്ങുന്നുണ്ട്. ആ സമയത്ത് ആ ഭഗവാൻ ഇവരുടെ വസ്ത്രമൊക്കെ അപഹരിച്ച് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് അവരോട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പം അതിനെ നമ്മള് മനസ്സിലാക്കിയിരിക്കുന്നത് ഭഗവാൻ ഈ നഗ്നത കാണാൻ വലിയ ഇഷ്ടമായിരുന്നു എന്നാ. അതെ, നമ്മള് അല്ലെങ്കിൽ കൃഷ്ണനെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ വലിയ കഷ്ടമായിട്ടാണല്ലോ. ഭഗവാൻ അവരെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ വസ്ത്രം എടുക്കൂ. എനിക്കിപ്പോ അറിയില്ലല്ലോ നിങ്ങളുടെ വസ്ത്രം ഏതാണെന്ന്. ഒരു ചെറിയ കുട്ടിയെ പോലെയാ പറയുന്നത്. ശരിയാ, നിങ്ങൾ ചോദിക്കുന്നത് ശരിയാ. എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഓരോരുത്തരുടെ ഏതൊക്കെയാ ഈ വസ്ത്രം എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വന്ന് എടുത്തോളൂ, ഇത് ഞാൻ തരാം. അങ്ങനെ അവസാനം അവർ വരുന്നുണ്ട്, എല്ലാവരും വിവസ്ത്രരായിട്ട്. അവരുടെ ദേഹാഭിമാനത്തെ മുഴുവൻ ഭഗവാൻ കളയായിരുന്നു. അവരുടെ കർമ്മത്തില് ശുദ്ധീകരണത്തിന് കുറവുണ്ടായിരുന്നു. കർമ്മത്തില് തങ്ങൾ സന്യാസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്നത്. ഭഗവാൻ ആർക്കെങ്കിലും സന്യാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർവികന്മാർക്കാ കൊടുത്തിട്ടുള്ളത്, അമ്മമാർക്കാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവര് നദിയിൽ ശരിക്കും വിദ്യാമണ്ണം തന്നെയാ സന്യാസം. നദിയിൽ സ്നാനം ചെയ്ത് അവരെ വിവസ്ത്രകളാക്കിയിട്ട് അവരെ കരയിലേക്ക് കയറ്റി എന്ന് പറയാം. ദേഹാഭിമാനത്തെ മുഴുവൻ കളഞ്ഞ് അവർ തൊഴിൽ നിന്ന സമയത്താണ് വസ്ത്രം കൊടുക്കുന്നത്. ഗുരു സന്യാസം കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്, അങ്ങനെയാ കൊടുക്കുക. എന്നിട്ട് അവരോട് ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭഗവാൻ. എന്തായിരുന്നു പോരായ്മ? നിങ്ങൾ ചെയ്ത കർമ്മത്തിലെ പോരായ്മ എന്തായിരുന്നു? നിങ്ങൾ അഹങ്കാരത്തോടു കൂടി കർമ്മം ചെയ്തു, അതിന്റെ ത്യാഗം ആവശ്യമാണ്. അപ്പൊ അവർ പരിശുദ്ധരായി ആക്കപ്പെട്ടു എന്ന് പറയാം. അവര് ഏതൊരു വസ്ത്രത്തെയാണോ കരയിൽ അഴിച്ചു വെച്ചത്, ആ വസ്ത്രമല്ല പിന്നീട് ഭഗവാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ ശുദ്ധീകരിച്ചു. പിന്നീട് അവരണിയുന്നത് സന്യാസം തന്നെയാണ്. ഇത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒന്നാണ്. അപ്പം സന്യാസം എന്നത് ഭഗവാൻ അതുതന്നെയാണ് യോഗം. ഒരിക്കലും കാമനകളെ ത്യജിക്കാത്തത് ഒരിക്കലും സന്യാസമല്ല. അതിന് സന്യാസമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പരിവർത്തനം ആന്തരികമാണ്, ബാഹ്യമല്ല എന്ന് തന്നെയാണ് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്. നോക്കാം തുടർന്ന്. ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. ആരുരുക്ഷോഃ മുനേഃ യോഗം കർമ്മകാരണം ഉച്യത്തെ യോഗാരൂഢസ്യ തസ്യ ഏവ ശമഃ കാരണം ഉച്യത്തെ. ആരുരുക്ഷോഃ മുനേഃ യോഗം, യോഗത്തെ, യോഗാവസ്ഥയെ, സാമ്യാവസ്ഥയെ, സമാധി അവസ്ഥയെ ആരുരുക്ഷോഹോ, ആരുരുക്ഷു എന്ന് പറഞ്ഞാൽ പ്രാപിക്കാൻ ഇച്ഛിക്കുന്ന, ആരോടും ഇച്ഛുഹു, അതിനെ പ്രാപിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നവൻ ആരുരുക്ഷു. മുനേഹെ, ആ മുനിക്ക് കർമ്മകാരണം ഉച്യത്തെ, അവന് കർമ്മയോഗം കാരണമായി ഭവിക്കുന്നു. അതൊരു കാരണമാണ്, ഒരു നിമിത്തമാണ്. ഒരു ചെറിയ ഈ ചില നിമിത്തങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗംഭീര നിമിത്തങ്ങൾ. ഇപ്പൊ ചൈനയിൽ അതിപുരാതനമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് ലാവോത്സു എന്ന് പറയുന്ന ഒരാൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവാം. താവോയിസം അദ്ദേഹത്തിൽ നിന്നാണ് ആവിർഭവിച്ചത്. അദ്ദേഹം ക്രിസ്തുവിനും 600 വർഷങ്ങൾക്ക് പിറകിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം അന്ന് ചക്രവർത്തിമാരുടെ ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനായിരുന്നു. ഗ്രന്ഥം സൂക്ഷിക്കുന്ന ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന്. ജ്ഞാനിയായിരുന്നു. ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്, ഒരു സൂചന നൽകുന്നത് ഇതാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു വൃക്ഷച്ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുമ്പോ ഒരു കരിയില അങ്ങനെ വീണു. ഈ കരിയില വീണതാണ് അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടായത്. എന്നാ നമുക്കൊക്കെ എത്ര ജ്ഞാനം ഉണ്ടാവണം? ലാവോത്സുവിനെ സംബന്ധിച്ച് അത് അധികമായിരുന്നു. പറഞ്ഞു വരുന്നത് ഒരു കരിയില തന്നെ ധാരാളമാണ് ഈ പരമമായ ജ്ഞാനത്തിലേക്ക് വീഴാൻ. ബുദ്ധനുണ്ടായതുപോലെയായിരുന്നു അദ്ദേഹത്തിന്. വളരെ ഗംഭീരനായിട്ടുള്ള ഒരാളാണ്.
അപ്പം നമ്മൾ എന്താ പറയാ, അതിൽ നിന്ന് ഇപ്പോ എത്ര പേര് ആപ്പിള് താഴേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടല്ലേ? ന്യൂട്ടന്റെ മുൻപ് ആപ്പിൾ ഇല്ലായിരുന്നോ? പണ്ട് ഇത് ഈ സയൻസ് പഠിക്കുമ്പോൾ നമ്മുടെ വിചാരം പണ്ട് ഇതൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നാ. ആരോ പറഞ്ഞിരുന്നു തെങ്ങിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഗവേഷണം നടത്താൻ ഞാൻ നന്നായി. ഈ ന്യൂട്ടൻ ഇരുന്നത് കേരളത്തിലും തെങ്ങിന്റെ ചോട്ടിലുമായിരുന്നു ഇരുന്നെങ്കിൽ അന്വേഷണം അന്ന് അവസാനിച്ചേനെ, തലയ്ക്ക് വീണ് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇത് മുകളിലേക്കാണോ മുൻപ് പോയിക്കൊണ്ടിരുന്നത്? അല്ല, പണ്ടും ഇത് താഴേക്കാണ് വീണുകൊണ്ടിരുന്നത്. പക്ഷെ അന്വേഷിക്കുകയായിരുന്നു. ഒരു ആപ്പിളിന്റെ വീഴ്ച മതിയായിരുന്നു ഈ സിദ്ധാന്തത്തെ ആവിഷ്കരിക്കാൻ. ഒരു വെളിപാടാണത്. ഒരു കരിയില തന്നെ ധാരാളം. അപ്പൊ കർമ്മ കാരണമായിട്ട് ഭവിക്കുന്നു എന്ന് പറയുമ്പം അതൊരു ഹേതുവായി തീരുന്നു. മുനേഹേ കർമ്മ കാരണം ഉച്യത്തെ, മുനിക്കത് കാരണമായി തീരുന്നു. കർമ്മ കാരണമായിട്ട് ഭവിക്കുന്നു എന്ന് പറയുമ്പം അതൊരു ഹേതുവായി തീരുന്നു. മുനേഹേ കർമ്മ കാരണം ഉച്യത്തെ, മുനിക്കത് കാരണമായി തീരുന്നു. അപ്പൊ നമുക്ക് ഒരു കുട്ടിയെ കുളിപ്പിക്കുന്നത് മതിയാവും ചിലപ്പം. നമ്മുടെ കുട്ടിയെ തന്നെ, ചെറിയ കുട്ടി, മകളുടെ കുട്ടിയോ മകന്റെ കുട്ടിയോ മടിയിൽ കിടന്ന് എണ്ണ തേക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കൃഷ്ണന്റെ ഭാവവും അതും ഇതുമൊക്കെ വന്നിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. അതായിരിക്കാം, എന്തെങ്കിലും ഒന്നായിരിക്കാം. ഇപ്പൊ കരിയില എന്ന് പറയുന്നത് ഒരു ഉദാഹരണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മതി. ചിലപ്പം നിങ്ങളുണ്ടല്ലോ, വീട് വലിക്കുന്ന ആളാണെങ്കിൽ സിഗർ ലൈറ്റ് കത്തിക്കുന്ന സമയത്ത് ആ അഗ്നിയുടെ ഫ്ലെയിമിലായിരിക്കും നിങ്ങൾ ഓഫായി പോകുന്നത്. ഓഫാവുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോലല്ല, ഈ കേട്ടതിന്റെ സംസ്കാരത്തിൽ നിന്ന് ഒരു മിന്നലാണ്. ആ മിന്നൽ നിങ്ങളെ അടിമുടി മറച്ചിടുന്നു പറയാം. അത് എന്തും ആവാം, ഏതും ആവാം. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറയാം. അതുകൊണ്ട് കർമ്മകാരണം ഉച്ചത എന്ന് പറയുന്നു വികാസം എടുത്ത് കിളക്കലാണ് എന്നൊന്നും ചിന്തിച്ചേക്കരുത്. ഈ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു ചലനം നിങ്ങൾക്ക് കാരണമായി ഭവിച്ചേക്കാം. അത് ഏതും ആവാം. അതിനായിട്ട് കാതോർത്തിരിക്കുക. യോഗാരൂഢസ്യ, യോഗപ്രാപ്തനായിട്ടുള്ള തസ്യ, അവന് ശമയേവ, ശമം അത് വളരെ തന്നെയാണ്. ശമ ഏവ, ശമം തന്നെ. ശമം എന്ന് പറഞ്ഞാൽ എന്താണ്? മനോനിഗ്രഹ, മനസ്സിന്റെ നിയന്ത്രണം. മനസ്സിലിങ്ങനെ നീന്തി തുടിക്കാൻ പറ്റണം. മനസ്സിന്റെ എല്ലാ എന്താ പറയാ ഓട്ടങ്ങളെയും മനസ്സിനെ മനീഷിയാവണം. മനീഷി എന്ന് പറഞ്ഞാൽ മനസ്സഹ ഈഷ്ടതേ ഇതി മനീഷി, മനസ്സിന്റെ അപ്പുറത്തേക്ക് പോവാൻ സാധിക്കണം. അതിന്റെ വാതായനങ്ങളൊക്കെ തുറന്ന് അങ്ങനെ സഞ്ചരിക്കാൻ കഴിവുള്ളവൻ. സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അറിയുന്നവൻ. മനോനിഗ്രഹ. അല്ലാതെ മനസ്സ് പോയിട്ട് എവിടെയെങ്കിലും ഒന്നും പോയിട്ട് അങ്ങനെ ഇരിക്കരുത്. ഈ കുടുങ്ങിക്കിടക്കുന്ന മനസ്സ്, ഇപ്പൊ ഉള്ള മനസ്സുണ്ടല്ലോ, കുടുങ്ങിക്കിടക്കുന്ന മനസ്സ്, പലതിലും കുടുങ്ങിക്കിടക്കുന്ന മനസ്സ്, ആ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധ മോക്ഷയോഹോ, ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാള് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഒരു പഴയ പഴയ മച്ചുള്ള വീടാ. മച്ചെന്ന് പറഞ്ഞാൽ അറിയാലോ, മരത്തിന്റെ. അദ്ദേഹത്തിന് മക്കളൊക്കെ നാട്ടിലില്ല, വിദേശത്തൊക്കെ. അച്ഛൻ ഒറ്റയ്ക്ക് കഴിയാം. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ ഒറ്റയ്ക്ക. ആ മക്കൾ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോ സ്ഥലത്ത്. അച്ഛൻ ഇവിടെ ഇത് മതിയാക്കിയിട്ട് അങ്ങോട്ട് വരുമെന്ന്. അച്ഛൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, എനിക്ക് ഞാൻ ജനിച്ച വീടും ചുറ്റുപാടും പരിസരവും ഒന്നും വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഓണത്തിന് അവരെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു. അച്ഛനാണ് ഈ പ്രായമായിട്ട് വരികയാണ്, ഡോക്ടർമാരും പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണം അച്ഛൻ. എന്നാലും അച്ഛൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒരു കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് അവരാലോചിച്ചപ്പം ഒരു വാടകക്കാരനെ അവിടെ ഏർപ്പാടാക്കിയെന്ന്. അങ്ങനെയാണ് കഥ പോകുന്നത്. വാടകക്കാരൻ ഒരു മിലിറ്ററിക്കാരനാണ്, ഒരു എക്സ് മിലിറ്ററിയാണ്, എക്സ് ആർമി. ഈ വിദ്വാന് ബാങ്കിൽ എന്തോ സെക്യൂരിറ്റി ജോലിയുണ്ട്. ഇപ്പൊ രാത്രി 12 മണിയാകുമ്പോൾ അവരുടെ ഡ്യൂട്ടി മാറിയിട്ട് ഇദ്ദേഹം ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ വരും. വരുന്നത് മുകളിലാണ് താമസം. ഒരു പഴയ കോണിപ്പടി ഉണ്ട്. ഈ കോണിപ്പടി കയറി ഇദ്ദേഹം പോകുമ്പോൾ മുകളിൽ ആരോ എന്താ പറയാ കൊള്ളക്കാരി ഇരിക്കണു, അവരെ ഷൂട്ട് ചെയ്തിടാൻ പോകുന്നത് പോലെ എങ്ങോട്ട് കയറുക കടമടന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അദ്ദേഹത്തിന് സർവീസിൽ ഇരുന്ന് അങ്ങനെയാണ്, ഈ പട്ടി ഇങ്ങനെ ചവിട്ടി പൊളിച്ചുകൊണ്ട് വേണം പോവാൻ. അദ്ദേഹത്തിന് ആ പഴയ മിലിറ്ററി ബൂട്ടൊക്കെ ഇട്ടിട്ടാ പോകുന്നത്. അപ്പോഴേക്ക് ഇദ്ദേഹം ഉണരും. നമ്മുടെ വൃദ്ധൻ, ഉടമസ്ഥൻ. അപ്പം
പിന്നെ ഇദ്ദേഹത്തിന്റെ ബൂട്ടഴിച്ച് ഒരു എറിയലുണ്ട് ആ മൂലയിലേക്ക്, ഡിം ഡിം എന്ന് പറഞ്ഞു. അതിങ്ങനെ തട്ടിങ്ങനെ ഇളകും എന്ന് പറഞ്ഞു. അത് ഇടുന്നത് രാത്രി ആയതുകൊണ്ട് ഈ ചെറിയ ശബ്ദം മതി, വലിയ ശബ്ദമായി മാറും. അപ്പൊ ഇദ്ദേഹത്തിന് രാത്രി ഉറക്കം പോകും. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു ഇയാളെ ഒഴിവാക്കുക നല്ലത്. അപ്പൊ ഇദ്ദേഹമായിട്ട് എന്താ പറയാ, ഒന്ന് സംസാരിക്കണം. രാത്രി തീരുമാനിച്ചു ഒഴിവാക്കാം, വാടകയും വേണ്ട, എനിക്ക് ആരും വേണ്ട, പഴയത് തന്നെയാ നല്ലത്. അങ്ങനെ പിറ്റേ ദിവസം ഇയാൾ രാവിലെ പത്രം വായിക്കാൻ താഴെ ഇറങ്ങി വന്ന സമയത്ത് ചോദിച്ചു, എന്നെക്കൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ, പിന്നെ നല്ല വീട് എനിക്ക് വളരെ ഇഷ്ടമായി, അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി ഇതിപ്പം അവതരിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു എന്നാ, എനിക്ക് കാര്യമൊക്കെ നിങ്ങൾ മിലിറ്ററി എനിക്ക് വലിയ ഇഷ്ടമാണ്, മിലിറ്ററിക്കാരൊക്കെ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി സേവിച്ചവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എനിക്ക് വളരെ സന്തോഷമാണ്, വളരെ സിറ്റിയുടെ അടുത്തുമാണല്ലോ, നടന്നു വന്നാൽ മതി. പിന്നെ ഞാൻ രാത്രി വരുമ്പം ഞാൻ അറിയുന്നുണ്ട്, അത് പറയാനാണ്. അപ്പം അങ്ങ് ഈ ശബ്ദം കോണി കയറി പോകുന്നുണ്ടല്ലോ, അതൊന്ന് പതുക്കെ ആയാൽ ഞാൻ ഉണരില്ല. മാത്രമല്ല ബൂട്ട് അഴിച്ചു വെക്കുമ്പോൾ ഒന്ന് പതുക്കെ അഴിച്ചു വെച്ചാൽ മതി, കാരണം ഇത് മരത്തിന്റെ മച്ചായതുകൊണ്ട് ശബ്ദമുണ്ടാവും. അപ്പൊ ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം കിട്ടില്ല, പിന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് രാത്രി ഉണർന്ന. അപ്പൊ ഇദ്ദേഹം ക്ഷമാപണം നടത്തി, തെറ്റാണ് താൻ ചെയ്തത്, മേലിൽ ആവർത്തിക്കില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം സർവീസിൽ കുറെ കാലമായിട്ട് ഇരുന്നതാണ്. അദ്ദേഹം പിറ്റേ ദിവസവും വന്നത് അതുപോലെ കടവട എന്ന് പറഞ്ഞിട്ട് കയറി വന്നു, കാലിൽ ബൂട്ടഴിച്ചു, ഒരൊറ്റ എന്നും പറഞ്ഞിട്ട് എറിഞ്ഞു കഴിഞ്ഞ് അടുത്തത് അഴിക്കാൻ പോകുമ്പോഴാ ഇന്നലെ കൊടുത്ത വാഗ്ദാനം ഓർമ്മ വന്നു. ചെയ്തുവല്ലോ അബദ്ധം എന്ന മട്ടില് വളരെ പതുക്കെ അഴിച്ചു, വളരെ പതുക്കെ അഴിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വാതിലിൽ ഇങ്ങനെ കൊട്ടു, ടക്ക ടക്ക ടക്ക. എന്താ, ആ മറ്റേ ബൂട്ടും കൂടെ ഇട്ട എനിക്ക് ഉറങ്ങാം. ഇയാളിങ്ങനെ കാത്തിരിക്കുക, രണ്ടാമത്തത് എന്താ വീഴ, രണ്ടാമത്തെ എന്താ. കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സ് രണ്ടാമത്തേതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഇതാണ് മനസ്സ്, നമ്മൾ അറിയണം. ആ മനസ്സിന്റെ നിഗ്രഹത്തെയാണ് ഇവിടെ ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ മനോനിഗ്രഹ, ആ മനോനിഗ്രഹമാണ് കാരണം ഉച്യതേ, യോഗപ്രാപ്തിക്ക് കാരണമായിട്ട് പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ഭഗവാൻ ചേർത്ത് പറഞ്ഞു നോക്കൂ. കർമ്മം കാരണമായിരിക്കണു, എങ്ങനെ, അതേപോലെ ക്ഷമ കാരണമായിട്ടിരിക്കുന്നു. അപ്പൊ നിയന്ത്രിതമായ ഒരു മനസ്സ്, ആ മനസ്സുകൊണ്ട് യോഗപ്രാപ്തി. തുടർന്ന് യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യതേ. യദാ ഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മ സ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢ തഥാ ഉച്യതേ. യഹ, യാതൊരുവൻ, യഥാഹി ഇന്ദ്രിയാർത്ഥേഷു, എപ്പോഴാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ ന അനുഷജ്ജതേ, ആസക്തി വയ്ക്കാത്തത്, ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും അവൻ ആസക്തനാകാതെ, കർമ്മസുച, കർമ്മങ്ങളിലും ന അനുഷജ്ജതേ, ആസക്തി വയ്ക്കുന്നില്ല. അതായത് എന്തെങ്കിലുമൊക്കെ കർമ്മം ഇങ്ങനെ ചെയ്യണമെന്നും അതിന്റെ ഫലം ആ ചിന്തകളൊന്നുമില്ല, പറഞ്ഞ ആശയം തന്നെയാണ്. തഥാ, അപ്പോൾ സർവസങ്കല്പ സന്യാസി, അവനെ അപ്പോ സർവസങ്കല്പങ്ങളെയും ഉപേക്ഷിച്ച് സന്യാസിയാണ്, അവനെ തന്നെയാണ് യോഗാരൂഢ ഉച്യതേ. യോഗാരൂഢൻ എന്ന് പറഞ്ഞാലും ഇവനാണ്. ഈ യോഗാരൂഢനെ സന്യാസിയായി അറിഞ്ഞുകൊള്ളണം എന്ന് പറയാം. അവനങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ കാമനകളോ ഒന്നും ഇല്ല എന്ന് പറയും. ഒരിക്കൽ ഒരാള് പുതിയ സ്ഥലത്ത് വന്നിട്ട് കടം ചോദിച്ചു. ഒരു ഗ്രാമമാണ്, ഗ്രാമമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോ അവര് പറഞ്ഞു, ഇത് വലിയ അത്ഭുതമായിരിക്കണല്ലോ, കാരണം നിങ്ങളെ ഒരു പരിചയമില്ലാത്ത ഒരാള് നിങ്ങളോട് കാശ് കടം ചോദിച്ചാൽ കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ചോദിച്ചവര് പറഞ്ഞു, നിങ്ങളെ ഒരു പരിചയമില്ല ഞങ്ങൾക്ക്, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് തരും? അപ്പൊ അയാൾ പറഞ്ഞു, വളരെ അത്ഭുതമായിരിക്കണം. എന്നാൽ ഞാൻ പരിചയമുള്ള ഗ്രാമത്തിൽ ചോദിച്ചപ്പോ അവരൊക്കെ പറയുന്നു നിങ്ങളെ നല്ല പരിചയമുണ്ട്, അതുകൊണ്ട് തരില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഇല്ലേ?
പരിചയമുള്ളവർ പറയണു തരില്ല എന്ന്, പരിചയമില്ലാത്തവർ പറയണു തരില്ല എന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും ഈ ലോകത്തെ. നിത്യസന്യാസി സർവസങ്കല്പ സന്യാസി യോഗാരൂഢ ഉച്യത്തെ. അവൻ യോഗാരൂഢനാണ് എന്ന് അറിയാം. ഈ അധ്യായത്തിലെ എന്നല്ല, ഭഗവത്ഗീതയിലെ വളരെ 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 പ്രധാനപ്പെട്ട ഭഗവാൻ ഈ ശ്ലോകത്തെ യുവാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും യുവജനതയ്ക്ക് വേണ്ടിയിട്ട്. നോക്കാം. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ. ഉദ്ധരേത് ആത്മനാ ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മാ ഏവ ഹി ആത്മനഃ ബന്ധുഃ ആത്മാ ഏവ റിപുഃ ആത്മനഃ. വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. നമ്മളോട് നിങ്ങൾ ചോദിക്കുകയാണ്, സ്വാമിക്ക് ഭഗവത്ഗീതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം ഇതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലോകം ഭഗവത്ഗീതയിൽ. നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുക ഇതിനെ. എല്ലാം ഗംഭീരം തന്നെ, പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയാം. ഉദ്ധരേ ആത്മനാ ആത്മാനം. ആത്മന ആത്മാവ് കൊണ്ട്. എന്താത്മാവാണ്? തന്നെ കൊണ്ട്. ആദ്യം പറയാം, തന്നെ. ആത്മാനം ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉദ്ധരിക്കണം. പറയുന്നു, ആത്മാനം ആത്മാവിനെ ന അവസാദയേ, താഴ്ത്തരുത്, അതിനെ ക്ഷീണിപ്പിക്കരുത്. ഹി എന്തെന്നാല് ആത്മനഃ ബന്ധു, ആത്മാവാണ് നിനക്ക് ബന്ധു. ആത്മാവേവ ആത്മനഃ റിപു, ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ശത്രു. എന്താ സ്വാമി ഇത്? അതെ, റിപുഹു ആത്മായേവ, ശത്രുവും ആത്മാവ് തന്നെ. അപ്പം ഉദ്ധരേത് എന്ന് പറഞ്ഞാൽ ഉയർത്തുക. ആരെ? നമ്മളെ. എങ്ങനെ ഉയർത്തണം? ആരെയാണ് ഉയർത്തേണ്ടത്? ചോദ്യം. ആരാണോ താഴ്ന്നു കിടക്കുന്നത് അവനെ. അവതാരം എന്ന് പറയുന്നത് അതാണ്, ഇറങ്ങി വരലാണ്. എന്നിട്ടോ ഉയർത്തലാണ്. അവതരതി ഇതി അവതാര, താഴേക്ക് ഇറങ്ങി വരിക. അപ്പോ താഴേക്ക് ഇറങ്ങി വരുന്നത് എന്തിനാണ്? ഉദ്ധാരണത്തിനായിട്ട്, ഉയർത്തുന്നതിനായിട്ട്. അപ്പോ ഉദ്ധരേ എന്ന് പറയുമ്പം താഴെ കിടക്കുന്നവനാണ് ഉദ്ധരിക്കേണ്ടത്. എങ്ങനെയാ ഒരുവൻ താഴേക്കാകുന്നത്? അവന്റെ സങ്കല്പങ്ങളെ കൊണ്ട്, വികലമായ സങ്കല്പങ്ങളെ കൊണ്ട്. ഒരുവനെ താഴ്ത്തിയത് അവന്റെ മനസ്സാണ്. അപ്പം ഇവിടെ ആത്മനഃ എന്ന് പറയുമ്പം മനസ്സ് എന്നും, ആത്മനഃ എന്ന് പറയുമ്പം ബുദ്ധി എന്നും മനസ്സിലാക്കിക്കൊള്ളണം. ആത്മശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്. അപ്പൊ ആത്മനാ ആത്മാനം ഉദ്ധരേ എന്ന് പറയുമ്പം ആത്മാവ് കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ വിവേകമാർജിച്ച മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്. അതെവിടുന്നാണ്? ശാസ്ത്രം ഗ്രഹിച്ച, ശ്രവിച്ച, പൂർവികന്മാർ പറഞ്ഞു തന്ന, അനുഭവസ്ഥര് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ആശയങ്ങളെ കൊണ്ട്. ആരെ ഉയർത്തണം? തളർന്നതിനെ. തളർന്ന മനസ്സുണ്ടല്ലോ, തളർന്ന മനസ്സിനെ ഉദ്ധരേ, ഉണർത്തണം. ആര്? നീ തന്നെ. വേറെ ആർക്കെങ്കിലും നിന്നെ സഹായിക്കാൻ പറ്റുമോ? ഭഗവാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അർജുന, നിനക്ക് ഞാനുണ്ട് എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നിനക്ക് നീ മാത്രമേ ഉള്ളൂ. നീ അനുവദിക്കാതെ നിന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മളോടാ പറയുന്നത്. നാം അനുവദിക്കാതെ നമ്മളെ ഒരാൾക്കും തളർത്താനോ
ഉയർത്താനോ സാധ്യമല്ല എന്ന് പറയാം. നമ്മൾ വീണാൽ തന്നെ നമുക്ക് പറയാൻ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. വീണു എന്ന് നമ്മൾ പറയരുത്. വിചാരങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട മനസ്സിന്റെ കൂടെ നീ യാത്ര ചെയ്യരുത്. നീ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ അർജുനൻ ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നീ അങ്ങനെ ആത്മഹത്യ ചെയ്യാനൊന്നും തീരുമാനിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്കൊക്കെ ഉള്ള ധാരണ ഏതാണ്? എന്തെങ്കിലും എന്നാ മരിക്കുക തന്നെ അല്ല എന്ന് പറയാം. ഉദ്ധരേ, ഉയർത്തണം. നമ്മളെ ഉണർത്തണം. ന ആത്മാനം അവസാദേ ആത്മനഃ ബന്ധുഹു. നീ നിന്റെ ബന്ധുവാവുന്നു എപ്പോൾ? നീ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത്. ഈ കേട്ട അറിവ് നീ നിന്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന സമയത്ത്. മനസ്സ് ചന്ദ്രനിൽ നിന്ന് ഉദ്ഭവിച്ചതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് സൂര്യന്റെ താപമേറ്റ് ഇന്ദ്രിയങ്ങൾ മുഴുവൻ ചുട്ടുപൊള്ളുന്ന അവസരത്തില് ചന്ദ്രന്റേതായിട്ടുള്ള ഭാവം മനസ്സ് സ്വീകരിക്കേണ്ടതുണ്ട്. എന്നിട്ടോ ശീതളിമ നൽകണം. എല്ലാറ്റിനെയും തണുപ്പിക്കണം. മനസ്സ് ചൂടുപിടിപ്പിക്കാനുള്ളതല്ല, തണുപ്പിക്കാനുള്ളതാ ഇന്ദ്രിയങ്ങളെ. ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന ഇന്ദ്രിയങ്ങളെ തണുപ്പിക്കുക. ന ആത്മാനം അവസാദയേത്, അതിന്റെ ക്ഷീണിപ്പിക്കരുത്. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയും ന അതോ നയേത് ന അതോ ഗമയേത്. താഴേക്ക് കൊണ്ടുപോകരുത്, താഴേക്ക് അതിന്റെ കൂടെ സഞ്ചരിക്കരുത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ വികാര വിചാരങ്ങളുടെ കൂടെ ഇങ്ങനെ പോവും. അല്ലെങ്കിലും എനിക്കിത് കിട്ടണം, വല്ല ആവശ്യമുണ്ടോ എനിക്ക് ഇവരെ സഹായിക്കേണ്ടത്? നോക്കണേ, എങ്ങനെ കിടന്നതാണെന്നറിയോ? ഞാൻ വിളിച്ച് ജോലി കൊടുത്ത് പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കി, എന്നിട്ട് എന്നെ നോക്കി വിളിച്ചത് കണ്ടോ? നിങ്ങളുടെ മുൻപിന്നല്ലേ? എനിക്കിത് കിട്ടണം ഇല്ലേ? അതോ നയേത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? പോവാണ്. ഇതൊക്കെ വലിയ പാടായിട്ട് എടുക്കുക. ഇതാണ് ലോകം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും എന്നിട്ട് നമ്മൾ എന്തൊക്കെ തീരുമാനം എടുക്കുന്നു? എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, മതിയായി. നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുന്നില്ല. പാവം ഇതൊന്നും അറിയാത്ത ചെറിയ കുട്ടി വന്നിട്ട് അമ്മൂമ്മേ എന്നും പറഞ്ഞിട്ട് താടിക്ക് തോന്നുമ്പോ ഒരിക്കലും അവിടുന്ന് എനിക്ക് മതിയായിട്ടുണ്ട്, ഇനി നീയും ഇത് തന്നെയല്ലേ എന്നോട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിക്ക് നേരെ 4 ചാട്ടം. പാവം അതിനെന്താ ഏതാ ഒന്നും അറിയാതെ അല്ലേ? അപ്പൊ അമ്മ അതിനെ കഴുത്തിട്ടിട്ട് ഇങ്ങനെ കണ്ണുരുട്ടിയിട്ട് വിളിക്കുന്നുണ്ടാവും. ആ മുറിവേൽക്കുന്ന പിഞ്ചു മനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? കാരണം ഇവനും അല്ലെങ്കിൽ ഇവളിൽ നിന്നൊക്കെ എനിക്കിതാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ഞാനായി എന്റെ പാടായി. അപ്പൊരു വേദാന്ത ചിന്ത വരും, ഞാനായി എന്റെ പാടായി. എന്നിട്ടോ പിറ്റേ ദിവസം എന്താ ചെയ്യുന്നത്? ഇത് തന്നെ. എല്ലാ കുതന്ത്രങ്ങളും നമ്മൾ തന്നെ ഒപ്പിക്കണു. എന്നിട്ട് നാം കരയണം. വൈകുന്നേരമായ കരയണം അല്ലേ? അടി കിട്ടണം, എന്നാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നായിരിക്കും. ഇങ്ങനെയുള്ള അടികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണം. അല്ലാതെ നമുക്ക് ഒരു ദുഃഖമില്ലാതെ എന്താ ഒരു രസമില്ലല്ലോ എന്നാ. ആരും എന്താ എന്നെ ഒന്നും പറയാത്തത്, അങ്ങനെ എല്ലാം സുഖമായ അങ്ങനെ അത് ചിന്തിക്കാൻ വയ്യ. ഇപ്പം എപ്പോഴും പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ആ പരാതിയിൽ കെട്ടിപ്പിടിച്ച് അത് കരഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കിഷ്ടമാണത്. അതുകൊണ്ടായിരിക്കാം ഈ കരയുന്ന സീരിയലുകൾക്കൊക്കെ ഇത്ര പ്രിയം അല്ലേ? അതിന്റെ കൂടെ കരയാൻ നമുക്ക് എന്തിഷ്ടമാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ. നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അതിലൊക്കെ താതാത്മ്യം പ്രാപിക്കുന്നത്. അതൊക്കെ പിടിച്ചു നിൽക്കുന്നതിന്റെയും രഹസ്യം ഇതൊക്കെ തന്നെയാണ്. അടി കിട്ടണം, എന്നാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നായിരിക്കും. ഇങ്ങനെയുള്ള അടികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണം. അല്ലാതെ നമുക്ക് ഒരു ദുഃഖമില്ലാതെ എന്താ ഒരു രസമില്ലല്ലോ എന്നാ. ആരും എന്താ എന്നെ ഒന്നും പറയാത്തത്, അങ്ങനെ എല്ലാം സുഖമായ അങ്ങനെ അത് ചിന്തിക്കാൻ വയ്യ. ഇപ്പം എപ്പോഴും പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ആ പരാതിയിൽ കെട്ടിപ്പിടിച്ച് അത് കരഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കിഷ്ടമാണത്. അതുകൊണ്ടായിരിക്കാം ഈ കരയുന്ന സീരിയലുകൾക്കൊക്കെ ഇത്ര പ്രിയം അല്ലേ? അതിന്റെ കൂടെ കരയാൻ നമുക്ക് എന്തിഷ്ടമാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ. നമുക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അതിലൊക്കെ താതാത്മ്യം പ്രാപിക്കുന്നത്. അതൊക്കെ പിടിച്ചു നിൽക്കുന്നതിന്റെയും രഹസ്യം ഇതൊക്കെ തന്നെയാണ്.
പോകരുത് അതിൻ്റെ കൂടെ എന്ന് പറയാം. അതിൻ്റെ കൂടെ പോയാൽ നമ്മുടെ സെല്ലുകളൊക്കെ, നമ്മുടെ നാഡീ വ്യവസ്ഥ തകിടം മറിയും. ശരീരത്തിനുണ്ട് തളർച്ച അനുഭവിക്കും. ശരീരം വല്ലാതെ എന്താ, നിങ്ങൾ ഇതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഉദാത്ത ചിന്തകളോ, നിങ്ങൾക്കൊരു എഴുത്ത് പോലും എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളോട് ഒരു 10 വാചകം പറയാൻ പറയും. ഏതിനെങ്കിലും കുറിച്ച്, തെങ്ങിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് പറയാൻ പറയും. പറ്റില്ല. എന്തിനെങ്കിലും കുറിച്ച് ഒന്നും പറ്റില്ല എന്ന് പറയാം. വായിക്കാൻ പോലും പറ്റില്ല. അപ്പം വരുന്ന ഒരു ടെലിഫോൺ കോൾ ഉണ്ടെങ്കിൽ അതിൽ നാം പറയുന്ന മറുപടി പോലും അതിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ അവർ ചോദിക്കും എന്ത് പറ്റി നിങ്ങൾക്ക്, നിങ്ങളാരാ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്താ അപ്പം ഇതൊക്കെ അന്വേഷിച്ചു പിന്നെ അയാളോടും തുടങ്ങുന്നില്ലേ. ഇങ്ങനെ തർക്കുത്തരം പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മളെ താഴേക്ക് കൊണ്ടുപോകും. ഭഗവാൻ പറയുന്നു, ആരാണ് നമ്മുടെ ശത്രു? ആത്മാ ഏവ ബന്ധുഹു. നാം നമ്മുടെ ബന്ധുവാകുന്നു, നാം നമ്മുടെ സുഹൃത്താകുന്നു. എപ്പം? നമ്മൾ ഉദ്ധരിക്കുമ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾക്കാരെങ്കിലും ഉണ്ട് എന്ന് കരുതി നാം കാത്തിരിക്കേണ്ട. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ നാം മാത്രം. നമ്മളോട് ആരെങ്കിലും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും പൊള്ളയായ വചനം. അതുകൊണ്ട് അർജുന, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ കാര്യത്തിൽ. നിനക്ക് നീ മാത്രമേ ഉള്ളൂ. എങ്ങനെയുള്ള നീ? വിവേകമാർജിച്ച നീ, കാര്യങ്ങളെ ഗ്രഹിച്ച നീ. ആ കാര്യഗ്രഹണത്തിൽ നിന്ന് എങ്ങനെയാണോ നീ പതിച്ചതെന്നറിഞ്ഞ് അതിൽ നിന്ന് നീ നിന്നെ ഉദ്ധരിക്കുന്ന സമയത്ത് നീ നിന്റെ നല്ല സുഹൃത്താണ്. അതല്ല, നീ നിന്റെ അധമ വിചാരങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് നീ നിന്റെ റിപുഹു, നീ നിന്റെ ശത്രുവാണ്. അപ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നു. ശരീരത്തെ പീഡിപ്പിക്കാനായിട്ട് നാം ചില മാർഗങ്ങളെ സ്വീകരിക്കണം. ഈ ലാവോത്സു കൈമാറുന്ന ഒരു ഗംഭീര കഥയുണ്ട്. അതായത് ഒരു ഉദാഹരണം. അദ്ദേഹം ശിഷ്യന്മാരോടൊത്ത് സഞ്ചരിക്കുന്ന സമയത്ത് കാട്ടില് അനേക മരങ്ങൾ മുറിച്ചിട്ടിട്ട് അതിൽ മരം പണി ചെയ്യുന്ന ആശാരിമാര് പല രൂപങ്ങളും മറ്റ് ഉപയോഗ സാധനങ്ങളും ഒക്കെ അവർ നിർമ്മിക്കുകയാണ്, മരത്തെ കീറിയിട്ട് എടുത്തിട്ട്. അപ്പൊ അതിലൊരു മരം, വലിയ മരം അങ്ങനെ നിൽക്കുന്നു. ആ നിൽക്കുന്ന മരത്തെ ഈ ലാവോത്സു നിന്ന് നോക്കും. അപ്പൊ ശിഷ്യന്മാരൊക്കെ അവിടെ നിന്നിട്ട് ഈ മരത്തെ ഇങ്ങനെ നോക്കും. എന്താ ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്നത്? എന്നിട്ട് അവരോടായിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ മരം മുറിക്കാത്തത്? മറ്റു മരങ്ങളൊക്കെ മുറിച്ചിരിക്കുന്നുവല്ലോ, ഈ മരം മുറിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കും. അപ്പോ അവരൊക്കെ ആലോചിക്കും, എന്തായിരിക്കാം അതിന് കാരണം. അതിലൊരാള് ഈ മരം പണി ചെയ്യുന്ന വലിയ ഒരു മൂത്താശാരി, അതിന്റെ പുരോഹിതനായിട്ടുള്ള അതിന്റെ പുരോഹിതൻ, ആ മരപ്പണിയുടെ പ്രധാനിയായിട്ടുള്ള ആളെ സമീപിച്ചിട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വലിയ വൃക്ഷം മുറിക്കാത്തത്? അപ്പൊ അദ്ദേഹം പറയാം, അതൊന്നിനും കൊള്ളുകയത്. ആ വൃക്ഷം കൊണ്ട് പണിത്തരങ്ങളൊന്നും നിർമ്മിക്കാൻ സാധ്യമല്ല എന്ന് പറയാം. അത് വെട്ടിക്കഴിഞ്ഞാൽ അതിനെ, ഇപ്പൊ ആൽവൃക്ഷത്തെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത്. വലിയൊരു ആൽവൃക്ഷം നിൽക്കുന്നുണ്ട്. ആ ആൽവൃക്ഷത്തെ എന്തുകൊണ്ട് മുറിച്ചില്ല എന്നാണെങ്കിൽ അതിന് പണിത്തരത്തിന് ഉപയോഗമല്ലാതെ. മാത്രമല്ല വിറകിന് പറ്റുമോ? അതും പറ്റില്ല, അത് പുകഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ആകണം നിങ്ങൾ. അതായത് നിങ്ങളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളവരാവരുത്. അതുകൊണ്ടാണ് ഇത് ചെറുപ്പക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യുവത്വം പല രാഷ്ട്രീയക്കാരന്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിറകിൽ പോയി ബസ്സിന് കല്ലെറിയുന്നതിനും വല്ലവന്റെയും കോലം കത്തിക്കുന്നതിനും ആയിത്തീരാതിരിക്കട്ടെ എന്ന് പറയാം. പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത് റോട്ടിൽ നിന്നിട്ടല്ല, മന്ത്രിയുടെ കോലം കത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നശീകരണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടോ അല്ല. ഇന്ന് യുവത്വത്തെയാണ് ഇത്തരം നശീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായാലും മതമായാലും ഒക്കെ ഉപയോഗിക്കുന്നത്. നീ നിന്നെ തളർത്തുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് ഒരു ആൽവൃക്ഷത്തെ പോലെ ഒരാശാരിക്കും കൈവയ്ക്കാൻ പറ്റാത്തതുപോലെ, എന്നാൽ അതിന് ഉപയോഗമില്ല എന്നല്ല, നീ എന്താ പറയുക, മറ്റുള്ളവന് ഉപയോഗിക്കാൻ നീ ആയിക്കൂടാ. നീ നിന്റേതായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്, ഒരു രാജാവായിട്ട് നീ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് പറയാം. എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്
നമ്മളങ്ങനെയല്ല. നമ്മളെയൊക്കെ പലരും ഉപയോഗിക്കുന്നു. യൂത്തിനെ ആരാ ഉപയോഗിച്ചിട്ടുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലാതെ. ശരിയായ ദിശയിലാണോ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മുടെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതാക്കി പറയല്ല. എന്താ ഇപ്പൊ ചെയ്തിട്ടുള്ളത്? ഈ കഴിഞ്ഞ 47 ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തില് അധികായകന്മാരായിട്ടുള്ള പലരും ഉണ്ടായിട്ടും യുവത്വത്തെ, അതാത് സംഘടനകൾക്കുണ്ടല്ലോ യുവ വിഭാഗം, ഇവരൊക്കെ എത്തരത്തിലാണ് സമൂഹത്തിന് അങ്ങേയറ്റത്തെ, ഇപ്പം കലാലയത്തിൽ നടക്കുന്നത് എന്താണ്? റാഗിംഗ് കൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കുട്ടികളുണ്ട്. ഒരു ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്ന ഒരു കുട്ടിയോട് എങ്ങനെയാ പെരുമാറുന്നത്? സ്വസഹോദരിയെ പോലെ. അതൊക്കെയാ പഠിക്കേണ്ടത്. നമ്മുടെ ഗുരുകുലത്തില് പഴയ സമ്പ്രദായം എങ്ങനെയായിരുന്നു എന്ന്. എന്നിട്ട് വലിയ ബോർഡ് വയ്ക്കും. ഇന്ന ആളുകൾ അഭിവാദനം, എന്താ പറയുക, സ്വാഗതം, സുസ്വാഗതം പുതിയ ക്യാമ്പസിലേക്ക് വരുന്നവർക്ക്. എന്താ ഇവരുടെ പരിപാടി? അവിടെ കൊണ്ടുപോയിട്ട് ദിവസവും പത്രത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഇവിടെ ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങൾ ചെയ്യാനുള്ളതല്ല യുവത്വം. അതിന്റെ മുഴുവൻ സർഗശേഷി പുറത്തേക്ക് കൊണ്ടുവന്ന് ലോകത്തിനും തനിക്കും താൻ തന്നെ താഴേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയാം. ഇവിടേക്ക് നമുക്ക് ചെറിയൊരു വിയോജിപ്പുള്ളൂ. കാരണം അവരെ വ്യക്തമായി മുൻപിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന നേതൃനിരയുടെ അഭാവം ഇവിടെ നല്ലോണമുണ്ട്. അവർക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷെ അവരിൽ ഊർജമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അടിച്ചു പൊളിക്കുന്നു. ആലോചിക്കും നമ്മൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്ന്. എല്ലാ നശീകരണ പ്രവർത്തനങ്ങളിലും കാണാം. എല്ലാത്തിലും. കളവ് ചെയ്യുകയാണെങ്കിൽ സ്വാമി സൂചിപ്പിച്ചുവല്ലോ, ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അവരാണ് അവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഉദ്ധരേ ആത്മാനം, നീ നിന്നെ ഒരിക്കലും താഴ്ത്താതിരിക്കും. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞത്, യൂത്ത് ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഡ് ലെസ്. അവർ യൂസ്ലെസ് അല്ല, അവർ യൂസ്ഡ് ലെസ്സാണ്. അവരെ നാം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയും. ഉപയോഗിച്ചതോ ഇങ്ങനെയുള്ള യൂസ്ലെസ്സുകളും ആണ് എന്ന് സ്വാമിജി പറയും. കാരണം അവര് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ന് ഗാന്ധിജിയുടെ കരങ്ങളിലൊന്നുമല്ല. അതുകൊണ്ടാണ് ഗാന്ധിജിയോട് ഒരിക്കൽ നമുക്ക് ഇന്നും വളരെ നല്ല ഓർമ്മയിൽ നിൽക്കുന്ന ഗഫൂറിന്റെ ഒരു കാർട്ടൂണുണ്ട്. മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു കാർട്ടൂൺ, വളരെ എന്താ പറയുക ഗംഭീരമായിട്ടുള്ള ഒരു കാർട്ടൂണാണ്. അതിലൊരു ഒക്ടോബർ 2 ഒരു നേതാവ് ഇങ്ങനെ പറയുന്ന, അല്ലയോ മഹാത്മാവേ, അന്ന് ഞങ്ങളെ നയിച്ചത് ജയിലിലേക്കാണ്, ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങോട്ടാണ്. എന്തൊന്നിനായിട്ടാണോ ഗാന്ധിജി അന്ന് ജയിലിലേക്ക് കൊണ്ടുപോയത്, അന്ന് അദ്ദേഹം കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവർക്കൊക്കെ ഫലം ജയിലായിരിക്കാം. ഇന്ന് ഞങ്ങൾ സ്വയം പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങോട്ടാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. അതിൽ നിന്ന് സ്വാമിക്ക് നല്ലൊരു രാഷ്ട്രീയ എന്താ പറയുക ഒരു ബോധമൊക്കെ ഉണ്ട്. ഒരിക്കലും ഇങ്ങനത്തെ കക്ഷി രാഷ്ട്രീയം വല്ലവർക്കും വേണ്ടി ഈ നേതാക്കന്മാര് മുഴുവൻ പറയുന്ന വിഡ്ഢിത്തരങ്ങളെ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു യുവത്വത്തെ വലിയ വിഷമാണത്. കാരണം താൻ പഠിച്ചതും താൻ മനസ്സിലാക്കിയതും ഒക്കെ ഇത്തരത്തിലുള്ള വികലമായ പ്രസ്താവനകൾക്ക് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി തന്റെ ബുദ്ധിയും ശേഷിയും ശേമുഷിയും ഒക്കെ വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് അപകടകരമായ പോക്കാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ രാഷ്ട്രീയത്തിൽ പോകുന്നത് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നല്ല നല്ല കുട്ടികളൊന്നും രാഷ്ട്രീയത്തിലില്ല. ഒരു കാലത്ത് രാഷ്ട്രീയം അങ്ങനെ ആയിരുന്നില്ല. വളരെ നല്ല മിടുക്കന്മാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പാരമ്പര്യമുള്ളവർ ഈ വിദ്യാർത്ഥി സംഘടനയിൽ ഉണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ കുട്ടികൾ അതിലൊക്കെ പോയി വിടുന്ന സമയത്ത് നമുക്ക് പിന്നെ അധികമൊന്നും സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെ കളയാനുള്ളതല്ല എന്ന് പറയാം. സ്വാമിജി ഇവിടെ തന്നെ ഈ എറണാകുളത്ത് തന്നെ അഡ്രസ് ചെയ്യാമെന്ന സമയത്ത് സ്വാമിജിയോട് പറഞ്ഞിട്ടുണ്ട്, മഹാരാജാസിൽ തന്നെയാണ്. സ്വാമിജി കടന്നു പോയിട്ടുള്ളത് ഇവിടുന്നാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഏതൊക്കെയോ ജനലൊക്കെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയാണോ ഇനി വേറെ എവിടെയുമാണ്?
അപ്പൊ സ്വാമിജിയോട് സൂചന നൽകിയിട്ടുണ്ട്. സ്വാമിജി കൂക്കും വിളിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് സ്വാമിജി പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല എന്നാ. അപ്പൊ സ്വാമിജി ആദ്യം തന്നെ പറഞ്ഞത് അവരോട് ഇതാണ്, നിങ്ങൾക്ക് നല്ല ഊർജ്ജമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി വന്നപ്പം തന്നെ. കാരണം ജനലിന്റെ ചില്ലുകളൊക്കെ ഒറ്റയൊന്നുമില്ല, അതൊക്കെ അടിച്ചു മുടച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പണി വളരെ എളുപ്പമാണ്, ഒന്ന് ചാനലൈസ് ചെയ്താൽ മതി എന്ന് പറയാം. അവരെ ഒന്ന് ഗതി തിരിക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മക്കളെ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നമുക്കൊന്ന് തിരിയേണ്ടതുണ്ട് എന്ന് പറയാം. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന. ഒരുത്തന്റെ കാലിലും പോയിട്ട് ആ കാൽക്കീഴിൽ നമ്മുടെ സർഗശേഷിയെ സമർപ്പിക്കരുത് എന്ന് പറയാം. പല വിഡ്ഢികളും ഉണ്ട്, ഈ പ്രേമം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ പോയി വീണു. ആ പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പറയാം, ഓ പകല് ചന്ദ്രൻ ഉദിച്ചുവോ എന്ന് ഞാൻ അത്ഭുതപ്പെടും. അപ്പോഴാണ് അവൾ അവനോട് പറഞ്ഞത്, ഓ പകല് മൂങ്ങയ്ക്ക് കണ്ണു കാണുമോ എന്ന്. അതോടുകൂടി കഴിഞ്ഞു, കലാശിച്ചു. അല്ല, ഈ ചന്ദ്രൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വീണുപോയി. പിന്നെ ഇവര് തുടങ്ങി എന്താ ഒളിച്ചോടാൻ, അല്ലെങ്കിൽ ഒളിച്ചോടാൻ ഒന്നുമില്ല, അങ്ങനെ ഇങ്ങോട്ട് ഓടാനാണ് അല്ലേ. ഇങ്ങനെ എന്താ പറയാ, 2 or 3 കുട്ടികൾക്ക് ജന്മവും കൊടുത്ത് വല്ല ഒന്നും ആവാതിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. നമ്മുടെയൊക്കെ ശേഷിയുണ്ടല്ലോ, നമ്മൾ ഈ ഒന്നാം തരം ഈ എന്താ പറയാ ഈ അൽസിയേഷൻ നായക്കുട്ടികളെയൊക്കെ നിർമ്മിക്കുന്നതിൽ നമുക്ക് വലിയ ജാഗ്രതയാണ്. ഈ ക്രോസ് ബീഡിങ്ങിലൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമല്ലോ. അതുപോലെ സങ്കരവർ എന്താ ഇപ്പൊ പറയാ, നല്ല ബഡ് ചെയ്ത റോസ്, ബഡ് ചെയ്ത റബ്ബർ, അത് ഇത് നല്ല നല്ല എന്താ 4-5 ഈ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം തീർക്കാൻ ഇത്യാദി കാര്യങ്ങൾക്ക് എന്നാ ശരിയൊരു ഗവേഷണം. മനുഷ്യ നിർമ്മാണത്തിൽ നല്ല ഗോതമ്പ് വിളയിക്കാൻ, നല്ല നെല്ല് വിളയിക്കാൻ എല്ലാം നടക്കുന്നുണ്ട് ഗവേഷണം. ഈ വിഷയത്തിൽ മാത്രമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആവശ്യമാണ് നമുക്ക് മുൻപൊരു ധാരണയുണ്ടായിരിക്കണം. പക്ഷെ പലപ്പോഴും ആ ധാരണയോട് കൂടിയിട്ടല്ല സംഗതികൾ നടന്നു വരുന്നത്, കാമത്തിൽ നിന്നാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മളെ നമ്മളെ ഉയർത്തേണ്ടതുണ്ട്. നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം. ഞാൻ ആരാണ്, എന്നിൽ നിന്ന് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, അതൊന്നും ഇങ്ങനത്തെ ഈ നിരർത്ഥകമായിട്ടുള്ളതിന്റെ ഒന്നും മുൻപിൽ കൊണ്ടുപോയി ഇടാതിരിക്കണം. അതുകൊണ്ട് നമുക്ക് തന്നെ മിത്രമായിരിക്കണമെങ്കിൽ നമ്മളെ അടിമുടി നാം തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് പറയാം. സ്വാമിജിയുടെ എന്താ ഈ ജീവിതം ധന്യമാക്കാൻ, അതുപോലെ സാധകർക്ക് ഈ ആരംഭത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ സ്വാമിജി എഴുതിയിട്ടുണ്ട്. അതിൽ സ്വാമിജി പറയുന്നുണ്ട്, ലളിതമായിട്ട് കാര്യം പറയാം. അതിപ്പോ ഈ ഗീത ഇവിടെ ഏതെങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ പറയുന്നുണ്ട് 4 തരം എന്താ സത്യങ്ങളുണ്ട് എന്നാ. 4 തരം സത്യം എന്ന് പറഞ്ഞാൽ സത്യം ഒന്നേ ഉള്ളൂ, ബ്രഹ്മസത്യം, ജഗത് നിത്യ. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സത്യം. അതല്ലാതെ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടുന്ന 4 സത്യങ്ങൾ. അതിലൊന്നാമത്തെ സത്യം എന്താണ് അത്രേ, സംസാരം ദുഃഖമാണ് എന്നുള്ളത്. അത് അവൻ ബോധിക്കണം. എന്താ ഈ സംസാരം? ഈ ഒഴുക്ക് തന്നെ. എന്താണ് ഈ ഒഴുക്ക്? ഈ ഇപ്പോഴത്തെ ജീവിതം ഉണ്ടല്ലോ, അത് തന്നെ. എങ്ങനെയുള്ള ജീവിതം? ഒരു വ്യക്തമായ ലക്ഷ്യബോധവും ഒന്നുമില്ലാതെ വിഷയങ്ങളും പിന്നെ ആ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ തരുന്ന സുഖവും, ഈ സുഖത്തെ ആത്മസുഖമെന്നും അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെ ആത്മദുഃഖമെന്നും കരുതി ഉള്ള എന്താ പറയുക, അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ആദ്യം അറിയേണ്ടത് എന്താണ്? സംസാരം ദുഃഖം, ഒന്നാമത്തെ സത്യം. രണ്ടാമത്തേത് പറയുന്നു, രണ്ടാമത്തെ സത്യം എന്താണ്? ഈ ദുഃഖത്തിനൊരു കാരണം ഉണ്ട് എന്ന് അറിയുക. ഈ ദുഃഖത്തിന് ഒരു കാരണമുണ്ട് എന്നറിഞ്ഞാൽ അതെന്തായി? രണ്ടാമത്തെ സത്യമായി. പലരും ദുഃഖത്തിന് കാരണം തന്നെ ഉണ്ട് എന്ന് അറിയുന്നില്ല. എന്താ ഇതാണ് ജീവിതം, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് കരുതുന്നു എന്ന് പറയാം. അപ്പൊ ദുഃഖത്തിനൊരു കാരണം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് എന്താണ്? തിരിച്ചറിയേണ്ടത് രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ സത്യം എന്താണ്? ആ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത് തൃഷ്ണയാണ്, ആഗ്രഹമാണ് എന്ന് തിരിച്ചറിയുന്നത്. സത്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള സത്യങ്ങളാണ്.
ആഗ്രഹമാണ്, തൃഷ്ണയാണ് ഈ ദുഃഖത്തിന് ഹേതുവായിട്ട് നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയുന്നത് മൂന്നാമത്തെ സത്യം. നാലാമത്തെ സത്യം, തൃഷ്ണ ഇല്ലാതെയായാൽ സംസാരത്തിന് അറുതി ഉണ്ടാകും എന്ന് ബോധിക്കുന്നത് നാലാമത്തെ സത്യം. സത്യം വളരെ ലളിതമാണ്. ഇതിനൊരു എന്തുണ്ടാവണം? അറുതി ഉണ്ടാവണം. ആ അറുതി ഉണ്ടാവണമെങ്കിൽ ഈ കാമനകളെ താൻ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സമൂഹം രണ്ട് തെറ്റായ വഴി സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റായിട്ടുള്ള വഴി. ആ വഴിയിൽ പോയതുകൊണ്ടാണ് നമുക്ക് ഈ വഴി മനസ്സിലാവാത്തത്. എന്താണ് സമൂഹം സ്വീകരിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള വഴി? ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിനായിട്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിനായിട്ട് നാം ചെയ്യുന്ന പരിശ്രമങ്ങൾ അത് മത്സരമാണ്. ഒന്ന് അതാണ് മത്സരം. നമ്മുടെ ഇവിടെ നടക്കുന്നത് മുഴുവൻ മത്സരമാണ്. അങ്ങനെ മാത്സര്യത്തോടു കൂടിയിട്ട് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് നാം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഈ പ്രയത്നത്തിൽ നിന്ന് ഏതെങ്കിലും പ്രകാരത്തിൽ ഒരുവൻ പരാജയപ്പെടുന്നുവെങ്കിൽ അവൻ ഒളിച്ചോട്ടം നടത്തുന്നു. ഇങ്ങനെ രണ്ട് ചോയ്സേ ഉള്ളൂ നമുക്ക്. രണ്ടും അപകടമാണ്. ഒന്ന്, സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? അത് മറ്റുള്ളവനെ കൊന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ തട്ടിപ്പറിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ തനിക്ക് ഇത് നേടണം. ആ നേടാൻ വേണ്ടി താൻ വെറി പിടിച്ച് അങ്ങനെ ഓടി നടക്കുക. ഒന്ന്. ഇങ്ങനെയൊക്കെ വെറി പിടിച്ച് ഓടി നടന്ന് കിട്ടിയിട്ടില്ലെങ്കിലോ പൂർണ്ണമായിട്ടുള്ള ഒരു തിരിച്ചുപോക്ക്. ഇത് രണ്ടും വലിയ അപകടമാണെന്ന് അർജുനനിൽ ഇതിന്റെ ഒരു ലക്ഷണം 1-ാം അധ്യായത്തിൽ കാണിക്കുന്നുണ്ട്. കാരണം അർജുനൻ സന്യാസത്തെക്കുറിച്ച് പറയുന്നത് ആ ഒരു തലത്തിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് ഇത് രണ്ടും അപകടമാണ്. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയാനുള്ളത്? മനസ്സിന്റെ ഒരു സാമ്യാവസ്ഥയുണ്ട്. ഈ മനസ്സിനെ സാമ്യപ്പെടുത്തൽ വലിയൊരു കലയാണ്. മനസ്സിനെ സാമ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ ബോധത്തിന് ഇന്നലെ സൂചിപ്പിച്ചുവല്ലോ, ഒരു അബോധതലമുണ്ട്. അത് വലിയൊരു എന്താ പറയുക, ഒരു ദുർഗം എന്നൊക്കെ പറയല്ലോ നമ്മൾ. ഒരു ഇടുങ്ങിയ വലിയ ഈ ദ്വീപുകളുടെ ഇടയിൽ വലിയ ഈ കടലിന് ആഴം കൂടുന്ന രണ്ട് വലിയ പർവ്വതങ്ങളാണ് ദ്വീപുകൾ. ശരിക്കും പറഞ്ഞാൽ അടിയുന്നു. അതിന്റെ ഇടയിൽ ഏറ്റവും ആഴം കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ദ്വീപുണ്ടല്ലോ, കേരളത്തിന് സമീപത്തുള്ള ഈ ആൻഡമാൻ നിക്കോബർ അല്ല, ലക്ഷദ്വീപൊക്കെ, അതിന്റെയൊക്കെ ദ്വീപിന്റെയൊക്കെ ഇടയിൽ ഇടുങ്ങിയ കുറെ സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ മനസ്സിന്റെ ആഴങ്ങളുണ്ട്. ഈ ആഴങ്ങളിലാണ് നമ്മുടെ ഈ ആഗ്രഹങ്ങളുടെ വിത്തുകൾ മുഴുവൻ നിലകൊള്ളുന്നത്. എല്ലാ ആഗ്രഹങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ സദാഗ്രഹവും ദുരാഗ്രഹവും എല്ലാം അവിടെ നിന്നാണ് ഇതിനെ ചകഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് വളരെ വളരെ ദുർലഭമായിട്ടാണ്. എന്നിട്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, എന്താണ് ഏതാണ് എന്താ എന്നൊക്കെ. അപ്പൊ ഭഗവാൻ അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് പറയാം. 5-ാം അധ്യായം സന്യാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് എങ്ങനെയാണ് ഈ അറിവിനെ സ്വാനുഭവത്തിലേക്ക് ധ്യാനത്തിലൂടെ കൊണ്ടുവരേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞ് 5-ാം അധ്യായം അവസാനിപ്പിച്ച് 6-ാം അധ്യായത്തിൽ വീണ്ടും സന്യാസത്തിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയഃ സ സന്യാസീച്ച യോഗീച്ച ന നിരഗ്നിഹി നച അക്രിയഃ. ബാഹ്യമായ കർമ്മങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ടോ ബാഹ്യമായ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ലക്ഷണങ്ങളെ സ്വീകരിച്ചതുകൊണ്ടോ ഒരുവൻ യോഗിയോ സന്യാസിയോ ആകുന്നില്ല. മറിച്ച് സന്യാസം ആന്തരികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ വീണ്ടും ആരംഭിക്കുന്നു. കർമ്മം, കർമ്മഫലം, കർമ്മഫലത്തിന് ഹേതുവായി തീരരുത് ഇത്യാദി കാര്യങ്ങളൊക്കെ വളരെ വളരെ വിസ്തരിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയും കർമ്മസംബന്ധമായി കർമ്മഫല സംബന്ധമായി ഇത്യാദി സംശയങ്ങളൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇനിയും വരുന്നുണ്ട്. മുൻപിലേക്കുള്ള അധ്യായങ്ങളിലൊക്കെ ഇതിന്റെ വിസ്തരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ഇരിക്കുക എന്ന് പറയാം.
തുടർന്ന് ഭഗവാൻ പറഞ്ഞു, യം സന്യാസം ഇതി പ്രാഹു, യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത്, തം യോഗം വിദ്ധി പാണ്ഡവ, അത് തന്നെ യോഗമെന്ന് അറിഞ്ഞാലും. അപ്പൊ യോഗം എന്നതും സന്യാസം എന്നതും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. മാത്രമല്ല, ആരാണോ അസന്യസ്ത സങ്കല്പ, കാമനകൾ ഒഴിയാതെ ഒരുവനും സന്യാസി ആകുന്നില്ല എന്ന് പറയാം. കശ്ചന ന ഭവതി, കശ്ചന ന യോഗി ഭവതി, കശ്ചന ന സന്യാസി ഭവതി. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, എന്താണ് അതിന് കാരണമായി ഭവിക്കുന്നത് അല്ലെങ്കിൽ ഭവിക്കേണ്ടുന്നത് പറയുന്നു. ആരുരുക്ഷോഹോ മുനേഹേ യോഗം കർമ്മകാരണം ഉച്യതേ. അപ്പൊ യോഗം ആരുരുക്ഷോഹോ മുനേഹേ, ആരുരുക്ഷമായിട്ടുള്ള യോഗാവസ്ഥയെ പ്രാപിക്കാൻ താത്പര്യപ്പെടുന്ന, ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരുവന് കർമ്മം ഹേതുവായി തീരുന്നു, കാരണമായിട്ട് തീരുന്നു. യോഗാരൂഢസ്യ തസ്യ, യോഗപ്രാപ്തനായിട്ടുള്ള അവന് ശമ കാരണം ഉച്യത. അതുപോലെ ആന്തരികമായ മനസ്സിന്റെ നിയന്ത്രണവും യോഗത്തിന് കാരണമായി ഭവിക്കുന്നു. തുടർന്ന് പറഞ്ഞു, യഥാഹി ന ഇന്ദ്രിയാർത്ഥേഷു ന കർമ്മ സ്വനുഷജ്ജതേ സർവസങ്കല്പ സന്യാസി യോഗാരൂഢ തഥാ ഉച്യതേ. യോഗാരൂഢന്റെ ലക്ഷണം ഭഗവാൻ ഒന്നുകൂടെ പറഞ്ഞു. ആരാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലും ന അനുഷജ്ജതേ, കൂടുതൽ അതിന്റെ പിറകെ പോയി അതിൽ വ്യാപൃതനായിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നതിൽ മനസ്സിനെ വ്യാപരിപ്പിച്ച് അതിലിങ്ങനെ ദുഃഖിക്കുന്നത് എന്ന് പറയാം. തുടർന്ന് ഭഗവാൻ ഈ അധ്യായത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകത്തെ അർജുനന്റെ മുൻപിൽ അവതരിപ്പിച്ചു. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദയേ, ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നാം ആശ്രയിക്കേണ്ടത് നമ്മെ തന്നെയാണ്. എങ്ങനെയുള്ള നമ്മെ? നമുക്കുള്ളിൽ ഒരു ഉൾക്കാഴ്ചയുണ്ട് എന്ന് പറയാം. ഉൾക്കാഴ്ചയുള്ള നമ്മെ നാം നമ്മുടെ ബോധതലത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്നതുണ്ട്. ആ ബോധതലത്തിലാണ് ഭഗവത്ഗീത നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത്. അവിടേക്ക് നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ സുഹൃത്ത് എന്ന് പറയാം. അപ്പോൾ ഉദ്ധരേ എന്ന് പറഞ്ഞാൽ നീ അതിനെ ഉദ്ധരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പരമമായ ഒന്നുമായി ചേർന്ന് ശ്രദ്ധിക്കുക, പരമമായ ഒന്നുമായിട്ട് ചേർന്ന് ഏതൊരു മനസ്സാണോ വിഷയങ്ങളിൽ പതിച്ച്, വിഷയങ്ങളിൽ എന്ന് പറഞ്ഞാൽ തന്റെ ചുറ്റുപാടിൽ നിന്ന്, സ്വാമി വളരെ വളരെ ലളിതമായിട്ട് കാര്യം പറയാം, ഇനി അങ്ങോട്ട് ലളിതമാക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അടുത്തുനിന്ന് കേൾക്കുന്നത്, ഭർത്താവിന്റെ അടുത്തുനിന്ന് കേൾക്കുന്നത്, കുട്ടികളുടെ അടുത്തുനിന്ന് കേൾക്കുന്നത്, അമ്മായിയമ്മയുടെ അടുത്തുനിന്ന്, അയൽവക്കക്കാരന്റെ അടുത്തുനിന്നൊക്കെ എന്തൊക്കെയാണോ ഇന്ന് നമുക്ക് അലോസരങ്ങളായി തോന്നുന്നത് അതിനെയാണ് വിഷയങ്ങളെന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് വിട്ട് നിങ്ങൾ വേറൊരു വിഷയത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിടികിട്ടില്ലേ ഇത്? ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ കേട്ട് തളർന്ന മനസ്സിനെ, ആ തളർന്ന മനസ്സിനെ നീ എന്ത് വേണം? ഉദ്ധരിക്കണം. ഉദ്ധരേ. അല്ലാതെ വേറെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ വേറൊരു ഉദാഹരണം, ഇപ്പോ ഒരു ആശ്രമത്തില് പഠിക്കാൻ വന്നിട്ടുള്ള അന്തേവാസികളാണ് സ്വാമിയുടെ മുൻപിൽ ഇരിക്കുന്നതെങ്കിൽ അവരോട് പറയേണ്ടത് വേറൊരു രീതിയാണ്. അപ്പൊ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ആശ്രമത്തിൻ്റെതായിട്ടുള്ള ആശ്രമത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്യേണ്ടതെന്ന് ഗുരു പറയും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെയാണ്? പല പ്രശ്നങ്ങളുണ്ട്, പല പല പ്രശ്നങ്ങൾ. അയ്യോ എന്തൊക്കെയാ? ഈ ഒരു രസകരമായിട്ട് ഒരു തമാശ നമ്മൾ ഈ അടുത്ത ദിവസം കേട്ടു. അവരോട് ചോദിച്ചു സമയം എത്രയായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ സമയം പറഞ്ഞു തരില്ല. ട്രെയിനിൽ വെച്ചിട്ട്. അതെന്താ? ഞാൻ പറയില്ല, എന്നോട് നിങ്ങൾ സമയം ചോദിക്കരുത്. അയാൾ പറഞ്ഞു ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്, പറയില്ല. ഞാൻ വേണമെങ്കിൽ വാച്ച് നിങ്ങൾക്ക് അയച്ച് സൗജന്യമായിട്ട് തന്നേക്കാം. ഒരു പരിചയമില്ലാത്ത ആളാണ്. ഇദ്ദേഹം വിചാരിച്ചു ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലാതെ ഇങ്ങനെ ഒരു സമയം ചോദിച്ചതിന് ഇങ്ങനെയൊക്കെ പറയണം. ഒരിക്കലും ഒരാൾ സമയം ചോദിച്ചതാ എന്റെ ഒരു മോൾ എനിക്ക് നഷ്ടപ്പെട്ടത്. അതെന്താ? അവൻ സമയം ചോദിച്ചു, പിന്നെ എന്നോട് പേര് ചോദിച്ചു, പിന്നെ അഡ്രസ്സ് ചോദിച്ചു. അങ്ങനെ അവൻ വീട്ടിൽ വരികയായി, പ്രായമായി. അവൻ
അവളെ കഴിച്ചുകൊണ്ട്. ഇപ്പൊ എനിക്ക് ഒരു മോളും കൂടെ ഉണ്ട്, അവളെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് നീയും അതുപോലെ തന്നെ ചെയ്യും. അങ്ങേയറ്റം ഭയചകിതരാണ് ഓരോരുത്തരും. അതുകൊണ്ട് ഒരാളോട് സമയം പോലും പറയാൻ ഭയമാണ്, പേടിയാണ്. അപ്പൊ ഓർക്കുക നമ്മള് എന്തൊക്കെയാണ് നമ്മുടെ എന്താ പറയുക നാം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു പത്രത്തിൽ ഒരു ന്യൂസ് വായിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് അതിജീവിക്കാൻ നമുക്ക് കുറച്ച് പ്രയത്നം ആവശ്യമായി വരുന്നുണ്ട്. ഇനി അതിനെ അതിജീവിക്കുന്നില്ല, താൽക്കാലികം നമ്മൾ അങ്ങനെ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മിൽ പലരും രൂപം കൊള്ളുന്നുണ്ട്, നിങ്ങൾ അറിയാതെ തന്നെ. അതുകൊണ്ടാണ് ഭദ്രം കർണേതി ശൃണുയാമ ദേവാഹ ഭദ്രം പശ്യേമാക്ഷതർയജത്രാഹ സ്ഥിരൈരംഗൈഹി സ്തുഷ്ടുവാകും സസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ സ്വസ്തിന പൂഷാ വിശ്വവേദാഹ സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തിനോ ബൃഹസ്പതിർ ദദാതു. ഓം ശാന്തി ശാന്തി ശാന്തിയൊക്കെ പറഞ്ഞത് ഭദ്രമായിട്ടുള്ളത് കാണട്ടെ, കേൾക്കട്ടെ, അത് ഉൾക്കൊള്ളട്ടെ എന്നൊക്കെ പറയുന്നത് എന്തിനാ? ഇത് എടുക്കുന്നത് ഭദ്രമായിട്ടായിരിക്കണം. കാരണം എപ്പോഴും നമുക്ക് ഭദ്രമായിട്ടുള്ളതായിരിക്കില്ല. ഇപ്പം മധുര സ്വഭാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗി എന്നൊരു സ്ഥലത്ത് വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നു. മധുര സ്വഭാവത്തോട് കൂടിയവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രമേഹമുണ്ട് അത്രേ, മധുരം സ്വഭാവമായിട്ട്. അങ്ങനെയല്ല. അപ്പൊ നമ്മൾ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കേൾക്കുക. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏത് കേട്ടു കഴിഞ്ഞാലും അതിനെ സ്വീകരിക്കുന്നത് ഭദ്രമായിട്ടായിരിക്കണം എന്ന് പറയും. അപ്പം മനസ്സ് ഈ ചുറ്റുപാടിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് ദിവസവും രാത്രിയാവുമ്പം കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി, എന്താ ചെയ്യുക, എന്താ ചെയ്യുക, എങ്ങനെ ഇങ്ങനെ വളർന്നു കിടന്ന് ഇതിലെ ഇങ്ങനെ കണ്ണീര് ഒഴുക്കി അതിങ്ങനെ കാതിൽ വരെ വരും. എന്നിട്ട് അറിയാതെ തേങ്ങിയിട്ടൊക്കെ ഉറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് നമ്മൾ ഗീതയെ ശ്രവിക്കേണ്ടത് എവിടെ നിന്നിട്ടാ? ഈ പ്രശ്നങ്ങളെയാണ് വിഷയങ്ങൾ എന്ന് എണ്ണേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെ തളർന്ന ആ മനസ്സിനെ ആരാണ് ഉദ്ധരിക്കേണ്ടത്? അർജുന, നീ തന്നെ എന്ന് പറയാം. എപ്രകാരം സൂര്യകിരണങ്ങളേറ്റ് ചുട്ടുപഴുത്ത ഭൂമിയെ രാത്രിയാവുമ്പം ചന്ദ്രൻ അതിന്റെ ശീതളിമയാർന്ന കിരണങ്ങളെ കൊണ്ട് തണുപ്പിക്കുന്നുവോ, അതുപോലെ വിവേകമാർജിച്ച ആ പരമമായ ഒന്നുമായി ചേർന്നു നിന്ന് അതിൻ്റെതായിട്ടുള്ള ഭാവങ്ങളെ ഉൾക്കൊണ്ട് ആ തളർന്ന മനസ്സിനെ ഉദ്ധരിക്കൂ. ന ആത്മാനം അവസാദയേ. അല്ലാതെ ഈ പ്രശ്നങ്ങളുടെ കൂടെ പോകരുത്. നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നത് എന്താ? ഈ പ്രശ്നങ്ങളുടെ കൂടെ പോവുക. അങ്ങനെ പോകാനേ അനുവദിക്കരുത് നമ്മളെ. എന്ത് പ്രശ്നം ഇങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിട്ടിട്ട് പിന്നെ വേറെ കഥകിന്റെ ഒരു ബോൾട്ട് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഇതൊക്കെ തന്നെ. അതുകൊണ്ട് മനസ്സിന്റെ ആ ജഡതയുണ്ടല്ലോ, ആ ജഡീകൃതമായ അവസ്ഥയെ ഹേ അർജുന ഉപേക്ഷിക്കൂ. എന്നിട്ട് പകരം നീ വിവേകത്തെ നിറയ്ക്കാൻ നിന്റെ ക്രിസ്തുദേവൻ പറയുന്നത് പോലെ പാനപാത്രം തയ്യാറാകട്ടെ എന്ന് പറയാം. ബുദ്ധിസത്തിലെ ഏറ്റവും വലിയൊരു അവരുടെ പഠന രീതി ഒരു ഒഴിഞ്ഞ ചായക്കപ്പിനെ കുറിച്ച് പറയും അവര്. ഒരു ആള് പഠിക്കാൻ വന്നു. അപ്പൊ അവനൊരു കപ്പ് മുൻപിൽ വെച്ചിട്ട് ചായ ഒഴിക്കാൻ തുടങ്ങി ഗുരു. ചായ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, കപ്പ് നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അയാൾക്ക് ദേഷ്യം വന്നു. ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന്. ഇതുപോലെയാണ്, ഇനി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയും. ഈ നിറഞ്ഞ കപ്പിൽ ഞാൻ ചായ ഒഴിക്കുന്നത് പോലെയാണ് നിനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്താക്കേണ്ടിയിരിക്കുന്നു? ശൂന്യമാകേണ്ടതുണ്ട്. നിന്റെ വികലമായ വികാര വിചാരങ്ങളെ ഒഴിവാക്കി ശൂന്യമായ ഒരു കേന്ദ്രത്തിലേക്ക് എനിക്ക് എന്തെങ്കിലും പ്രദാനം ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാ ഇപ്പൊ ഇതിൽ നിറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഇതിലേക്ക് ഈ പറഞ്ഞ വിവേകമാർജിച്ച മനസ്സ് അങ്ങനെയൊന്ന് പറഞ്ഞാൽ തന്നെ കേറില്ല.
എന്തുകൊണ്ടാണ് ദേഷ്യം പിടിച്ചിരിക്കുമ്പം ഉപദേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? നമ്മളുടെ ഉപദേശം കുട്ടികളെ മുഴുവൻ ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാണ്. 4 അടി കൊടുത്തിട്ടാണ് ഉപദേശിക്കുക. വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയെ അമ്മ കിണറ്റിന്റെ അടുത്തേക്ക് വിടുകയാണ്. ആദ്യം തന്നെ കുടം കൊടുത്തിട്ട് അവനിങ്ങോട്ട് വിളിച്ചിട്ട് 2 അടി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ കണ്ടു നിന്ന ആൾ ചോദിച്ചത് എന്തിനാ അടിക്കണത് എന്ന്. അത് കുടം പൊട്ടിക്കഴിഞ്ഞാൽ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ മുമ്പേ അടിക്കുകയാണ്. കാരണം ഇവൻ ഇതിനു മുൻപ് കുടം പൊട്ടിച്ചു. അപ്പൊ 2 കൊടുത്തപ്പോ ആരോ ചോദിച്ചു പൊട്ടിക്കഴിഞ്ഞ് ഇനി അടിച്ചിട്ട് എന്ത് കാര്യമാണ്, അതുകൊണ്ട് പൊട്ടുന്നതിന് മുൻപേ ഞാനിപ്പോ അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ കാര്യത്തിലും നാം നമ്മെ ഉപദേശിക്കുന്ന സമയത്തും ഈ ഇത്തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നിലേക്ക് ഇത് കടന്നു ചെല്ലില്ല എന്ന് പറയാം. അതുകൊണ്ട് അതിനെ ദൂരീകരിക്കേണ്ടതുണ്ട്. വിവേകം ആർജിച്ചിട്ട് അതിനെന്തു വേണം? ഉദ്ധരിക്കണം. തളർന്ന മനസ്സിനെ ഉദ്ധരേത് ആത്മാനം അവസാദയേ. ആ സമയത്ത് നീ ആരാണ്? ആത്മാ ഏവ ബന്ധുഹു, നീ തന്നെയാണ് നിന്റെ ബന്ധു. ഇനി അതല്ല എങ്കിലോ നീ തന്നെയാണ് നിന്റെ ശത്രു എന്ന് പറയാം. നമ്മളെ ആർക്കും സഹായിക്കാൻ ഈ വിഷയത്തിൽ പറ്റില്ല. ഇവിടെ നമ്മൾ തന്നെ എങ്ങനെയാണോ വൃക്ഷങ്ങൾ അതിന്റെ വേരുകളെ താഴേക്ക് ഇറക്കുന്നത്, ആ വേരുകൾ പോയി അതിന് വേണ്ട പോഷകങ്ങളെ കണ്ടെത്തുന്നത്, ഇതുപോലെ നാം നമ്മുടെ പോഷകത്തെ നാം കണ്ടെത്തണം. നമ്മുടെ വേരുകളെ നാം താഴേക്ക് അതിന്റെ ആധാരത്തിലേക്ക് ഇറക്കണം. വേറെ എവിടെയെങ്കിലും ഒരു ഇത്തിക്കണ്ണിയായിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചാലൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു. നാം നമ്മളെ തിരിച്ചറിയാൻ ഈ ശാസ്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാം. ഉദ്ധരേത് ആത്മാനം ന ആത്മാനം അവസാദയേ. ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മനഃ. ശങ്കരാചാര്യ സ്വാമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ശ്ലോകാണിത്. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്തസ്യ യേന ആത്മാ ഏവ അനാത്മന ജിതഃ അനാത്മനഃ തു ശത്രുത്വേ വർത്തേത ആത്മൈവ ശത്രുവത്. യേന ആത്മന ഏവ, യേന യാതൊരുവനാൽ, ആത്മന ഏവ, ആത്മന എന്ന് പറഞ്ഞാൽ തന്നാൽ തന്നെ, ആത്മാ ജിതഃ താൻ ജയിക്കപ്പെട്ടവനാകുന്നു. തന്നാൽ തന്നെ താൻ ജയിക്കപ്പെട്ടവനാകുന്നത്. താൻ ഒരിക്കലും വറ്റാത്ത ആഴിയാണെന്ന് താൻ എപ്പോഴാണ് അറിയുന്നത്? ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭഗവാൻ നേരത്തെ പറഞ്ഞു, ആപൂര്യമാണ് അചല പ്രതിഷ്ഠം. ഒരു ഉദാഹരണം തന്നെ തന്നിട്ടുണ്ട്. സമുദ്രം പോലെ യദ്വത് പ്രവിശന്തി തദ്വത് കാമായം എന്നൊക്കെ പറഞ്ഞുവല്ലോ. അപൂര്യമാണ് അചല പ്രതിഷ്ഠം. ഒരു സമുദ്രം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അതിലേക്ക് പലതും വന്ന് നിറയുന്നു. പക്ഷേ സമുദ്രം എന്താ പറയാ, അധികമാവുന്നില്ല എന്ന് പറയാം. അതൊരിക്കലും നിറഞ്ഞ് തുളുമ്പുന്നില്ല. പക്ഷെ സമുദ്രത്തിൽ നിന്ന് എത്ര എടുത്താലും അതിലൊരു കുറവുണ്ടാകുന്നില്ല. ഒരിക്കലും വറ്റാത്ത, ഒരിക്കലും നിറഞ്ഞു തുളുമ്പാത്ത ഒരു ആഴിയായി നീ ഇരിക്കൂ. അതിനെന്ത് വേണം? ആത്മന ഏവ ആത്മാ ജിതഃ, തന്നെത്താൻ തന്നെ ജയിക്കപ്പെട്ട തസ്യ, തസ്യ എന്ന് പറഞ്ഞ അവന്, ആത്മനഃ ആത്മാവിന്, ബന്ധുഹു ആത്മാ അവൻ തന്നെയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയാം. അവനൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയാം. ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡിന്റെ ആവശ്യവുമില്ല വേറൊരാൾക്ക് കെട്ടിക്കൊടുക്കാൻ. അവൻ തന്നെയാണ് അവന്റെ ബാൻഡ്. അവന് പ്രത്യേകിച്ച് ഒന്നിന്റെയും ആശ്രയമില്ല. കാരണം അവൻ സുഹൃത്താണ്. നമുക്ക് സുഹൃത്തല്ലെങ്കിൽ നമുക്കൊരിക്കലും സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ തന്നെ പറ്റില്ല. നമ്മളെ ഒരു സ്പ്ലിറ്റാണെന്ന് പറയുക. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത ചിലരെ ഇഷ്ടമല്ല. അതൊക്കെ അത്ഭുതമാണ്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അവർ കണ്ണാടി നോക്കാറില്ല. ഇതാണ് എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയും. കേട്ടാൽ നിങ്ങളൊക്കെ അത്ഭുതപ്പെടും. ഇതൊക്കെ ഉള്ള കേസുകളാണ്.
അതുകൊണ്ട് താൻ തന്നെയാണ് തന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. അനാത്മനഹാതു, അനാത്മനഹ എന്ന് പറയുമ്പം ഇവിടെ തന്നെത്താൻ ജയിക്കാത്ത, തന്നെ ജയിക്കാത്ത, തന്നെ സുഹൃത്താക്കാത്ത, തന്നിൽ വിശ്വാസമില്ലാത്ത, അവനവനിൽ വിശ്വാസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് മുല്ല ഒരിക്കലും ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യയോട് വിളിച്ചു പറയാ, നീ എന്നെ നിയന്ത്രിക്കുമെന്ന്. ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം കഴിക്കരുതെന്ന്. അതുകൊണ്ട് നീ എന്താ നിയന്ത്രിക്കാത്തത്? ഞാൻ ചോദിക്കും, നീ അധികം തരരുത്, നീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. ചിലരങ്ങനെയാണ്, നിയന്ത്രിക്കണം ആരെങ്കിലും. ഞാൻ മധുരം ചോദിക്കുമ്പോൾ നീ എന്ത് വേണം? മധുരം തരരുത്. എന്നിട്ട് എന്നോട് പറയണം, നിങ്ങൾക്ക് മധുരം പറ്റില്ല എന്ന് പറയണം. ഇവിടെ പറയണം, അനാത്മനഹ, തന്നെത്താൻ ജയിക്കാൻ കഴിയാത്തവനാകട്ടെ, ആത്മാ ഏവ, താൻ തന്നെ ശത്രുത്വേ, ശത്രുഭാവത്തിൽ, ശത്രുവത് വർത്തതേ, ശത്രുവെ പോലെ വർത്തിക്കും. അർജുനനോട് ഭഗവാൻ പറയുന്നത്, നിന്റെ ശത്രു ആരാണ്? നീ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ശത്രു ഭാര്യയാണ്, നമ്മുടെ ശത്രു ഭാര്യയുടെ അച്ഛനാണ്, നമ്മുടെ ശത്രു ഭർത്താവാണ്. അവരൊന്നുമല്ല എന്ന് പറയാം. ഭാര്യയ്ക്ക് അവസാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് പ്രായമായപ്പം അവർക്കൊരാഗ്രഹം ശാസ്ത്രീയ സംഗീതം പഠിക്കണം. എന്താ ചെയ്യുക? അദ്ദേഹം പറഞ്ഞു ശരിയാവട്ടെ എന്ന്. അങ്ങനെ അത് വീട്ടിലത് പഠിക്കുന്നു. ഒരു മാഷ് വരും, പഠിപ്പിക്കുന്നു. പക്ഷെ എപ്പം അവിടെ പാട്ട് തുടങ്ങുന്നു, അപ്പം ഭർത്താവ് പുറത്തു വന്നിട്ട് ഗേറ്റിന്റെ അവിടെ വന്നിങ്ങനെ നിൽക്കും, ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട്. ഭാര്യയ്ക്ക് ഇത് വലിയ വിഷമാണ്. അവസാനം അവരത് തുറന്നു പറഞ്ഞു, എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. കാരണം ഇങ്ങനെ ഞാനിങ്ങനെ, നിങ്ങൾക്ക് എന്നോട് ഒരല്പം പോലും സ്നേഹമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് അങ്ങേയറ്റം സ്നേഹമുണ്ട് നിന്നോട്. ഞാൻ ആ സമയത്ത് അവിടെ ഇരുന്നാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാനിവിടെ നിന്നെ ദേഹോപദ്രവം ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഞാനിവിടെ. അത് ആളുകൾക്ക്, കാരണം അത്ര നന്നായിട്ട് അവർ പാടുന്നത്. പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, നമ്മുടെ ശത്രു ആയിട്ടിരിക്കുന്നത് ഇവരൊക്കെയാണ്, ആരുമല്ല. അർജുനനോട് ഭഗവാൻ പറയുന്നത്, നിന്റെ ശത്രു ആരാണ്? നീ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ശത്രു ഭാര്യയാണ്, നമ്മുടെ ശത്രു ഭാര്യയുടെ അച്ഛനാണ്, നമ്മുടെ ശത്രു ഭർത്താവാണ്. അവരൊന്നുമല്ല എന്ന് പറയാം. അപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, നമ്മുടെ ശത്രു ആയിട്ടിരിക്കുന്നത് ഇവരൊക്കെയാണ്, ആരുമല്ല, നമ്മൾ തന്നെ. ഭഗവാൻ ഇവിടെ പറയുന്നു, അനാത്മനഹാതു ആത്മാവേവ ശത്രുത്വേ ശത്രുവത് വർത്തതേ. നാം തന്നെയാണ് നമ്മുടെ ശത്രുവായിട്ട് വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ടോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടോ ഒരു കാര്യമില്ല എന്ന് പറയാം. തുടർന്ന്, ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മാനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഃ. ജിതാത്മനഃ, ആത്മനഃ ജിത, മനസ്സിനെ ജയിച്ചിട്ടുള്ളവൻ. ജയിക്കേണ്ടത് മനസ്സിനെ തന്നെയാണെന്ന് പറയാം. ഭഗവാൻ പറയുന്നുണ്ട്, ജഹി ശത്രും മഹാബാഹോ എന്നൊരിടത്ത് പറയുന്നുണ്ട്. ജിതാത്മനഃ, മനസ്സിനെ ജയിച്ചിട്ടുള്ള അവൻ, പ്രശാന്തസ്യ, പ്രശാന്തമായിട്ടുള്ള ആ ഭാവത്തെ അനുഭവിക്കുന്ന, കാമക്രോധാദികളെ ഒഴിഞ്ഞു എന്ന് പറയാം. ആത്മാ, ആ മനസ്സ്, ശീതോഷ്ണ സുഖ ദുഃഖേഷു, ശീതം ഉഷ്ണം സുഖം ഇങ്ങനെയുള്ള എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിക്രമിച്ച്, അതുപോലെ തഥാ അപ്രകാരം മാനാപമാനയോഹോ, മാനം അപമാനം ഇത്യാദികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പരം സമാഹിത, ഏറ്റവും പരമമായ സമഭാവത്തെ അവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ശാന്തി കിട്ടണം. ഒരാൾ വീട്ടിൽ ശാന്തിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു വേറെ എവിടെയോ പോയി താമസിക്കാൻ, ഹോട്ടൽ ഒറ്റയ്ക്ക് പോയി. അപ്പൊ ഹോട്ടലിൽ റൂം എടുത്ത് ചാവി കൊടുക്കാൻ നേരത്ത് റിസപ്ഷനിലുള്ള അവർ പറഞ്ഞു, സർ ഇത്
സാറിന്റെ വീട് പോലെ കരുതാം. അപ്പൊ അദ്ദേഹം ഉടനെ ചാവി കൊടുത്തു. കുറച്ച് സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേണ്ട പോവാൻ. വീടെന്ന് കേൾക്കുമ്പോ ഒരു പേടിയാ. അപ്പം പ്രശാന്തസ്യ ചിദാത്മനഃ ആത്മാ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഹോ പരം സമാഹിതഃ. ഇതിനൊക്കെ അതിവർത്തിക്കേണ്ടത്, അതിജീവിക്കേണ്ടതുണ്ട് നാം എന്ന് പറയാം. തുടർന്ന് ജ്ഞാനവിജ്ഞാനകൃത്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥഃ വിജിതേന്ദ്രിയഃ യുക്ത ഇതി ഉച്യതേ യോഗി സമലോഷ്ടാശ്മ കാഞ്ചനഃ. ഇതും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യം, ഒരു പ്രയോഗം ഇതിലുണ്ട് എന്ന് പറയാം. സമലോഷ്ടാശ്മ കാഞ്ചനഃ എന്നുള്ള ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ. എവിടെയാണ് ഒരുവന് തൃപ്തി ഉണ്ടാകുന്നത്? എപ്പോഴാണ്? ഗീത പറയുന്നു, ജ്ഞാനം വിജ്ഞാനമാകുമ്പോൾ, അറിവ് അനുഭവമാകുന്ന സമയത്ത്. ഇതിനാണ് ജ്ഞാനവിജ്ഞാനം. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാ. അഗ്നിയെ സംബന്ധിക്കുന്ന അറിവ് ചൂട്, കൈവച്ചാൽ പൊള്ളുന്നത് വിജ്ഞാനം. ഒന്ന് അറിവ്, ഒന്ന് അനുഭവ ജ്ഞാനം എന്ന് പറയാം. ഇങ്ങനെ അറിവ് അനുഭവമായിട്ട് ആർക്കാണോ അതിൽ തൃപ്തി വന്നിട്ടുള്ളത്, കൂടസ്ഥഃ. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ കൂടവൻ തിഷ്ഠതി ഇത് കൂടസ്ഥഃ എന്ന ഇളക്കമില്ലായ്മ. കൂടം എന്ന് പറഞ്ഞാൽ ഈ കൊല്ലന്റെ ആലയിൽ ഉള്ള ആ വലിയ ഇരുമ്പിനെയാണ് കൂടം എന്ന് പറയാം. ബ്രഹ്മത്തിന് ലക്ഷണമായിട്ട് കൂടസ്ഥം എന്ന് ഉപനിഷത്തിലും ഗീതയിലും ഒക്കെ, ഇനിയും ഗീതയിൽ കാണാം കൂടസ്ഥം എന്ന എന്താ പറയാ ശബ്ദം. അതായത് മാറ്റങ്ങൾക്ക് അത് സഹായകമാകുന്നു. എന്നാൽ അത് മാറാതെ, കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് മാറുന്നില്ല, അതിന്റെ മുകളിലുള്ള ലോഹങ്ങളെ അടിച്ചു പരത്തുന്ന സമയത്ത് അത് പരന്നു പോവില്ല എന്ന് പറയാം. അപ്പൊ നിശ്ചലമായി നിലകൊള്ളുന്ന, അതേസമയം രഹസ്യമായി നിലകൊള്ളുന്ന, ഇതൊക്കെയാണ് കൂടസ്ഥം. കൂടസ്ഥഃ അതായത് എല്ലാ വികാരങ്ങളും ഒഴിഞ്ഞ് നിശ്ചലമായ മനസ്സിന്റെ സാമ്യാവസ്ഥ. വിജിതേന്ദ്രിയ പറഞ്ഞ ആശയമാണ്. ഇന്ദ്രിയത്തെ കീഴടക്കിയിട്ടുള്ള, ജയിച്ചിട്ടുള്ള അവന് സമലോഷ്ടാശ്മ കാഞ്ചന. മൺകട്ടയും സ്വർണവും അവൻ ഒരുപോലെയാണ്. നല്ലതന്നാലും അങ്ങനെ ഒരാളുടെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വലിയ വിഷമമൊന്നുമില്ല. കുറെ മൺകട്ട എടുത്തു കൊടുത്താൽ മതി എന്ന് പറയും. മൺകട്ടയും സ്വർണവും ഈ വിജിതേന്ദ്രിയന്, ജ്ഞാനിക്ക് സമം എന്ന് പറയുമ്പം സ്വർണം കണ്ടാൽ അയാൾ മൺകട്ട പോലെ എടുക്കും എന്നല്ല. പിന്നെയോ രണ്ടും ഇന്നതാണ് എന്നറിയാം. അത് ഇപ്പം കൽക്കരിയും വജ്രവും രണ്ടും കാർബൺ ആണല്ലോ. ഇതുപോലെ ഒരു ഈ മൺകട്ടയാണ് സ്വർണം എന്നറിയുന്നത്, സ്വർണത്തിന്റെ ഉദ്ഭവം തന്നെ അതിൽ നിന്നാണല്ലോ, മണ്ണിൽ നിന്നല്ലേ. അവിടുന്നാണല്ലോ ഇതൊക്കെ പൊങ്ങി വരുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ കാരണത്തെ കണ്ടെത്തിയിട്ടുള്ളവൻ, അല്ലാതെ സ്വർണം കണ്ടാൽ അവൻ എന്താ മൺകട്ട പോലെ എടുത്തെറിയും, അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾ അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്നു. അതിന് ചില സമയത്ത് ചിലപ്പോ മറ്റു പല എന്താ ഉദാഹരണങ്ങളും. ഇത് രാമകൃഷ്ണദേവനെ സംബന്ധിച്ച് വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണദേവനെ പരിശോധിക്കുന്നുണ്ട്. രാമകൃഷ്ണദേവന് പണം വല്ലാത്ത അലർജിയാണ്. രാമകൃഷ്ണദേവന് പണം എന്താ പറയാ, വിവേകാനന്ദ സ്വാമികൾ പരീക്ഷിക്കുന്നുണ്ട്. കിടക്കയുടെ അടിയിൽ കാശ് വെച്ചിട്ട് രാമകൃഷ്ണദേവന് പൊള്ളുമായിരുന്നു. കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അവസാനം അത് എടുത്തു മാറ്റിയില്ല. വിവേകാനന്ദ സ്വാമികൾ പരീക്ഷണം നടത്തിയില്ല. അപ്പൊ ചിലർക്ക് ചിലത് അലർജി ആയിരിക്കും, അതുണ്ടാവാം. പക്ഷെ അതൊന്നും ഭഗവത്ഗീത, ഇപ്പൊ രാമകൃഷ്ണദേവനെ സംബന്ധിച്ച് അത് ശരിയായിരിക്കാം, ഒരു മഹാജ്ഞാനിയാണ്. പക്ഷെ അതാണോ നാം പിന്തുടരേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് പണത്തെ, ബാഹ്യമായി പണത്തെ മാറ്റിവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ വിനിയോഗം അതുകൊണ്ട് എങ്ങനെയാണ്?
ഇപ്പൊ മണ്ണ് വേണ്ടടുത്ത് മണ്ണ് വേണം, സ്വർണം വേണ്ടടുത്ത് സ്വർണം വേണം. മണ്ണിന് ചില സമയത്ത് സ്വർണത്തേക്കാൾ വിലയുണ്ടാവും. നിങ്ങൾക്ക് ഒരു കുരു വെണ്ടയ്ക്കയുടെ ഒരു കുരു മുളപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ 100 പവൻ ഉണ്ടായതുകൊണ്ട് നടക്കില്ല. നടക്കുമോ? ഇല്ല. ഒരു മുളകിന്റെ ഒരു അരി അത് കിളിർക്കണമെങ്കിൽ സ്വർണത്തില് അത് പിന്നീട് നമുക്ക് പറയാം സ്വർണം വിളയും എന്നൊക്കെ പറയാം. പക്ഷെ അതിൽ വിളയില്ല എന്ന് പറയാം. മണ്ണ് മണ്ണാണ്, സ്വർണം സ്വർണമാണ്. പക്ഷെ അവനതിലെ സമത്വം, അവൻ അതിലെ ആ നൂലിനെ, ഏകതയെ ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാം. മണ്ണ് മണ്ണാണ്, സ്വർണം സ്വർണമാണ്. പക്ഷെ അവനതിലെ സമത്വം, അവൻ അതിലെ ആ നൂലിനെ, ഏകതയെ ദർശിച്ചിട്ടുണ്ട് എന്ന് പറയാം. ആ യോഗി യുക്ത ഇതി, ആ ജ്ഞാനയോഗി യുക്തൻ എന്ന് പറയപ്പെടുന്നു. അവനങ്ങനെ ഒന്നിന്റെയും ഒരു നഷ്ടബോധം ഇല്ല. നമുക്കൊക്കെ ഉള്ള അത് നഷ്ടബോധമാണ്. പലതും നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു തിരിച്ചറിവിലാണ് നഷ്ടബോധം നമുക്ക് നീങ്ങിക്കിട്ടുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്കിവിടെ നേടാനുണ്ടായിരുന്നുവെന്നും ഇപ്പൊ ഇത്രയൊക്കെ പ്രായമായി കഴിഞ്ഞു, ഇനിയിപ്പോ എങ്ങനെയാ ഇതൊക്കെ നേടുക? ഇനിയിപ്പോ എത്ര കാലമുണ്ട് എനിക്ക് ആയുസ്? ഇതാ കേൾക്കുന്നുണ്ട്, വീണ്ടും ഊർജ്ജസ്വലനാകാനുള്ള വിദ്യയൊക്കെ ഉണ്ട് അത്ര ആയുർവേദത്തില്. തരക്കേടില്ല, പരീക്ഷിച്ച് നോക്കാം, ഗവേഷണം പുരോഗമിക്കട്ടെ, അല്ലെ? അപ്പൊ അങ്ങനെ നഷ്ടത്തിന്റെ കണക്കൊന്നുമില്ല. ഒരു ദിവസം രാവിലെ മുല്ല എഴുന്നേറ്റ് വന്നപ്പോ ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു കഴുത ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു, കഴുതയെ ആരോ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് നന്ദി. അപ്പൊ അവര് ചോദിച്ചു, ഇതെന്താ ഇത് ഈശ്വരന് നന്ദി? അല്ല, നല്ല കാലം ഞാൻ അതിന്റെ പുറത്തില്ലാഞ്ഞായിരുന്നു, അല്ലെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതെ, ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും തമാശകളിലും വലിയ തത്വശാസ്ത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പറഞ്ഞോളൂ, ചെരുപ്പ് പോയാൽ നല്ല കാലം, എന്റെ കാലതിലില്ലാഞ്ഞത് എന്ന്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് കാണുന്നില്ലെങ്കിൽ നമുക്ക് മുല്ല പറഞ്ഞത് ഓർക്കാം, നല്ല കാലം ഞാനതില് ഇല്ലാഞ്ഞത് എന്ന്. അല്ലാതെ ചുറ്റുപാടിനെ ശപിച്ചതുകൊണ്ട് ഒന്നും നേടാനില്ല, നമ്മുടെ ഊർജം വെറുതെ പോകുന്നു എന്ന് പറയാം. കൂടസ്ഥ വിജിതേന്ദ്രിയ സമലോഷ്ടാശ്മകാഞ്ചന, സ്വർണവും മണ്ണും. നീ ആരെങ്കിലുമൊക്കെ സ്വർണം മേടിച്ചു തരണം എന്ന് പറയുമ്പം ഈ ശ്ലോകത്തെ അസ്ഥാനത്ത് ധരിക്കരുത് എന്ന് പറയാം. അങ്ങനെയുണ്ട്. സ്വർണത്തിന്റെ കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പം ആഭരണമൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞാൽ, നീയല്ലേ ഗീത കേട്ടത് ഇത്ര കാലമായിട്ട്? അതിൽ പറഞ്ഞിട്ടില്ലേ സമലോഷ്ടാശ്മ കാഞ്ചന എന്ന്? അങ്ങനെയല്ല. സ്വർണത്തിന് സ്വർണത്തിൻ്റെതായിട്ടുള്ള നിലയും വിലയും ഒക്കെ ഉണ്ട് എന്ന് പറയാം. അത് നിങ്ങൾ മേടിച്ചു കൂട്ട്, എന്ത് വേണമെങ്കിലാവാം. തുടർന്ന് സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃത്, മിത്ര, അരി, ഉദാസീന, മധ്യസ്ഥ, ദ്വേഷ്യ ബന്ധുഷു, സാധുഷു അപി ച പാപേഷു സമബുദ്ധി വിശിഷ്യതേ. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സുഷ്ടു ഹൃദയം യസ്യ സ സുഹൃത്. സുഷ്ടു ഹൃദയം, ആർക്കാണോ നല്ല ഹൃദയം ഉള്ളത് അവൻ സുഹൃത്ത്. നമ്മുടെ ക്ഷേമത്തെ മാത്രം കാക്ഷിക്കുന്നവൻ, അവൻ എന്റെ സുഹൃത്തായിരുന്നു എന്നൊരിക്കലും നമ്മൾ പറയുന്നുവെങ്കിൽ അതൊരിക്കലും സുഹൃത്ത് അല്ല. പിന്നെയോ, അവൻ പണ്ട് എന്റെ സുഹൃത്തായിരുന്നു, അല്ലേ? ഇപ്പൊ ഞങ്ങൾ ശത്രുക്കളാ. അപ്പൊ അന്നേ നിങ്ങൾ ശത്രുക്കളായിരുന്നു. സുഹൃത്ത് ഒരിക്കലും ശത്രു ആവില്ല, ശത്രു ആകാൻ പാടില്ല. കാരണം സുഹൃത്ത് ഒന്നും കാക്ഷിക്കുന്നില്ല, സുഹൃത്തിൽ നിന്ന് നിങ്ങളും. പക്ഷെ നമ്മൾ സുഹൃത്ത് എന്ന് പറയാ പല ആവശ്യങ്ങളും. ഞാൻ ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോ അപ്പോഴാണ് ഞാൻ അവന്റെ തനി നിറം അറിഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾ അറിയുക. അതുകൊണ്ട് അതൊരിക്കലും വ്യാപാര അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് പറയാം. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേമത്തെ മാത്രം. ക്ഷേമം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ക്ഷേമം? ആത്യന്തികമായ ക്ഷേമം. അതിന് സഹായിക്കുന്ന ആള് ആണ് സുഹൃത്ത്.
അതുപോലെ മിത്രം. മിത്രത്തെയാണ് നമ്മൾ ഈ സുഹൃത്ത് എന്ന് പറയുന്നത്. മിത്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അരി. അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ അരിയല്ല, ഇവിടെ അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ്. അതുകൊണ്ട് അരി ശത്രുവാണ് പലപ്പോഴും. അരി ശത്രു. മധ്യസ്ഥ, ഉദാസീനൻ. അതുപോലെ ബന്ധുഷു, ദേഷ്യൻ, ദേഷ്യഭാവം, പിന്നെ ബന്ധു, ദേഷ്യമുള്ളവരില്. ഇവരിലൊക്കെ സാധുഷു അഭി, സജ്ജനങ്ങളിലും. സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, ദേഷ്യൻ, അതുപോലെ ബന്ധു, സജ്ജനങ്ങള്. ഈ പാപേഷു ച, പാപികളിലും. സമബുദ്ധി വിശിഷ്യതേ. സമബുദ്ധി, അതൊരു സമദൂര സിദ്ധാന്തം. അത് നല്ലതാണെന്ന് പറയാം. ഉടനെ പോയി എന്തിലെങ്കിലുമൊക്കെ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടപ്പെടുക. ഒന്നിലും പോയി ഇടപെടാത്തത് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പങ്ങളും ഉണ്ടാവും. ഒട്ടനെ നമ്മുടെ മനസ്സെന്താണെന്നറിയോ പറയാ, സ്വാമി ഇപ്പൊ എന്താ പറയുന്നത്, ഞാനിങ്ങനെ നിൽക്കുമ്പോ ഒരു ആക്സിഡന്റ് നടക്കും, ഒന്ന് കൈപിടിച്ച് പൊക്കരുതെന്നല്ലേ സ്വാമി പറയണത്? പൊക്കിക്കോളൂ, പോലീസ് വരും തെരഞ്ഞിട്ട്. നിങ്ങൾ അതിന്റെ അവസാനം വരെ കാണണം. അതുകൊണ്ട് അദ്ദേഹത്തിനെ സഹായിക്കരുത് അങ്ങനെയൊന്നുമല്ല. വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുക. അത് ലോകത്തിൽ പല കർമ്മങ്ങളും ചെയ്യുമ്പം അതിന് അനന്തര ഫലങ്ങൾ പലതും ഉണ്ടാവും. അപ്പൊ ആ കണ്ട സാക്ഷി ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നും, എത്ര ദൂരെ എന്നാ നിങ്ങളത് കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മീറ്ററും 25 സെന്റിമീറ്ററും ഒരു 2 ഇഞ്ചും എന്നൊക്കെ കോടതിയിൽ പറയണം. അപ്പൊ എന്തിനാ എത്ര കൃത്യമായിട്ട് പറയണമെന്ന് ചോദിച്ചാൽ, നിങ്ങളെ പോലെ ഒരു വക്കീൽ എന്നോട് ഇത് ചോദിക്കും എന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ടേപ്പെടുത്ത് അളന്ന് കൃത്യമാക്കി വെച്ചതാണ് എന്നൊക്കെ പറയാൻ പോകുന്നത് നമ്മൾ എന്താ പറയാ, ആ ബുദ്ധിയൊക്കെ ആർജിക്കണം. എന്നിട്ട് അതിലൊക്കെ വ്യാപരിക്കാം, കുഴപ്പമില്ല. അല്ലാതെ ഒന്നും ചെയ്യാതെ ചിലർ പറയും അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അവസാനം കേസായി, വലയായി, അതായി, ഇതായി. സഹായിക്കരുത് എന്നൊന്നുമല്ല ഇവിടെ പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ മനസ്സ് അത് കഴിഞ്ഞ് അയാൾ എന്നോട് താങ്ക്സ് പറയണമെന്നും, അത് കഴിഞ്ഞ് അവര് ഒരു പെട്ടി സ്വീറ്റൊക്കെ ആയി വീട്ടിൽ വന്ന് കാണണമെന്നും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് പാടില്ല എന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പപ്പോ കഴിഞ്ഞു വിട്ടേക്ക്. അതുകൊണ്ട് ഇതിലൊക്കെ ഒരു ദൂരെ നിൽക്കുക. അവിടെ ഇവിടെയും ബഹളം കേട്ട് കഴിഞ്ഞാൽ പോയി നോക്കണ്ട. ആരെങ്കിലും അടികൂടുക, അതിന്റെ ഇടയിൽ പോയി നിന്നു അവരെ പിടിച്ചു മാറ്റാനും അങ്ങനത്തെ ഇതിനൊന്നും പോകാൻ നിൽക്കണ്ട. ഈവൻ വീട്ടിൽ അച്ഛനും അമ്മയും ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളും അമ്മയും തമ്മിലുള്ളതിൽ അച്ഛൻ ഇടപെടണ്ട. അതുപോലെ അവർ രണ്ടുപേരും അത് കുട്ടികൾ തമ്മിലുള്ളതിലൊക്കെ നമ്മൾ ഇടപെടുകയും. മുല്ല രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും, പുറത്ത്. അപ്പോഴാണ് പുറത്ത് എന്തോ ബഹളം നടക്കണം. ഒരു നല്ല തണുപ്പുള്ള രാത്രിയാണ്. അപ്പൊ പുതപ്പും പുതച്ചുകൊണ്ട് തന്നെ ചെന്നു അവിടേക്ക്, രണ്ടുപേര് അടികൂടുന്നിടത്തേക്ക്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ഇരുട്ടത്ത് കാണുന്നില്ല. അതിലൊരാൾ ഇയാളുടെ പുതപ്പ് തട്ടിപ്പറിച്ചു, മുല്ലയുടെ പുതപ്പ് തട്ടിപ്പറിച്ചിട്ട് അയാൾ ഓടി, ഇയാളും ഓടി. പിന്നെ മുല്ല പുതപ്പില്ലാതെ വീട്ടിലേക്ക് പോന്നു. ഭാര്യ ചോദിച്ചു എന്താണ്, പറഞ്ഞു ആരോ രണ്ടുപേരെ അടികൂടുന്നു. ആരാണത്? ആരാന്നറിയില്ല. എന്തിനാന്ന് മനസ്സിലായി. എന്തിനാണ്? പുതപ്പിന് വേണ്ടിയിട്ടാ. അതെ, നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുന്നു പറയും. നമ്മളീ പോയി കഴിഞ്ഞാൽ മിണ്ടാതെ കിടന്നുറങ്ങിയാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ സുഹൃത്ത്, മിത്രമാത്ത്, ഇത് എല്ലാറ്റിലും പോയി. അല്ല മകന് എന്താ ഇപ്പം എത്ര പ്രായം? ഇപ്പൊ 27, 28 കഴിഞ്ഞു. ഒന്നും ആലോചിക്കുന്നില്ലേ? നോക്കുന്നുണ്ട്. എന്റെ വകയിലൊരാളുണ്ട്, ഞാൻ നോക്കട്ടെ. എന്നാ നോക്കൂ. അങ്ങനെയായി കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാടായി, ഇവിടുന്ന് ഫോൺ ചെയ്യലായി, ഫോട്ടോ ഇങ്ങോട്ട് അയക്കലായി, അവരെ വിളിക്കലായി, ഇവിടെ രണ്ടുപേരെയും കൂടെ കാണലായി. അയ്യോ, അവസാനം എന്തായി നിങ്ങൾക്കറിയാലോ. അപ്പൊ ശത്രു നമ്പർ 1 ആരായി? നമ്മളായി. കാണിച്ചു കൊടുത്ത ഒന്നിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും കഴിയുന്നതും ഇടപെടാതിരിക്കും. ഓരോരുത്തരെയും സ്വതന്ത്രമായിട്ട് വിട്ടേക്കുക. ഇതൊന്നും നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും.
ശാന്തി വേണമെങ്കിൽ ഇതൊക്കെയാ പറയുന്നത്. സുഹൃത്തായിട്ടും മിത്രമായിട്ടും ശത്രുവായിട്ടും ബന്ധുവായിട്ടും ഇതിലൊക്കെ നമ്മുടെ നില സമബുദ്ധി വിശിഷ്യത്തെ. ഒരു സമത്വം, ഒരല്പം താമര ഓർക്കുക, ഒരല്പം മുകളിൽ നിൽക്കുക, നിലകൊണ്ടാൽ ശാന്തി. അല്ലെങ്കിലോ അശാന്തിയാണ് ഫലം എന്ന് പറയാം.